കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയതാണ് ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് സർ ഫിലിപ്പ് സിഡ്നിയും അതുപോലെ തന്നെ രണ്ടുപേരെ നമ്മൾ പറഞ്ഞു, എഡ്മണ്ട് സ്പെൻസറും. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് ബാക്കി എല്ലാ വർക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേഗം വരിക. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് എക്സാമിന്റെ ടൈമിൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ തന്നെ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാണ്, നമുക്ക് തന്നെ ഒരു പ്രോത്സാഹനമാണ്. ഓക്കെ. അപ്പൊ എഡ്മണ്ട് സ്പെൻസറിന്റെ ഏത് വർക്കുകളാണ് നമ്മൾ പറഞ്ഞേ? ആലോചിച്ച് നോക്കിയേ. എഡ്മണ്ട് സ്പെൻസറിന്റെ ഏത് വർക്ക് പറഞ്ഞേ? പറയുക, ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. ദ ഷെപ്പേർഡ്സ് കലണ്ടർ. ഷെപ്പേർഡ്സ് കലണ്ടർ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഷെപ്പേർഡ്സ് കലണ്ടർ. കാരണം ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു സർ ഫിലിപ്പ് സിഡ്നി. സർ ഫിലിപ്പ് സിഡ്നിന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു രണ്ട് നമ്മൾ ഓർഡറിൽ തന്നെ പഠിക്കണം. ആദ്യം നമ്മൾ പഠിച്ചത് ആരെ കുറിച്ചാ? സർ ഫിലിപ്പ് സിഡ്നിയെ കുറിച്ചായിരുന്നു. ഓക്കെ. പിന്നെ രണ്ടാമത് പഠിക്കുന്നതാണ് നമ്മൾ എഡ്മണ്ട് സ്പെൻസറിനെ കുറിച്ച്. എഡ്മണ്ട് സ്പെൻസറിന്റെ വർക്കാണ് ഇത് ഷെപ്പേർഡ്സ് കലണ്ടർ. ആ വർക്ക് ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഫിലിപ്പ് സിഡ്നി. മാറി മാറി ചോദ്യത്തിനാണത്. ഓക്കെ. അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയിട്ട് എ ഗ്രൂപ്പ് ഓഫ് 12 കൊളീഗ്സ് ആണ്. സോറി, 12 എക്ലോഗ്സ് വൺ ഈച്ച് മന്ത്. ഓരോ മന്തിനെ കുറിച്ചിട്ടാണ് അതില് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്കിന്റെ വേറൊരു വർക്ക്, അതിന്റെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1590 അദ്ദേഹം എഴുതിയിരിക്കുന്ന ഫെയറി ക്വീൻ. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ക്വീൻ എലിസബത്തിനെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫെയറി ക്വീനില് ക്വീൻ എലിസബത്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു പിക്ചർ ഗാലറിയാണ്. 12 കാൻഡോസ്. ഈ PDF മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങൾ നോക്കണ്ട. ഞാനത് കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇപ്പൊ ഇതിലൊന്ന് നോക്കാം. പിന്നെ അതിലുള്ളത് അമരോത്തി, അതുപോലെ എപ്പിതലാമിയൻ ഉണ്ട്, പ്രോതലാമിയൻ ആണ് ഇത് എല്ലാം. ഓക്കെ, എപ്പിതലാമിയനില് നമ്മൾ ആലോചിക്കണം, സ്പെൻസേഴ്സ് മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്ന വർക്ക് ഏതാന്ന് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ എല്ലാ ഇങ്ങനെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നതാണ്. അപ്പൊ എപ്പിതലാമിയൻ, അതായത് ഓഡ് സെലിബ്രേറ്റിംഗ് സ്പെൻസേഴ്സ് മാരേജ് വിത്ത് എലിസബത്ത് ബോയ്. ഓക്കെ, ഇനി അതിന്റെ അടിയിൽ ടീച്ചർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, റെഫ്രെയിൻ. അത് ഇതിലത്തെ അല്ല, മറ്റേതിലത്തെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. പ്രോതലാമിയന്റെ റെഫ്രെയിൻ. എനിക്കാവ് ഞാൻ അത് രണ്ടും എഴുതിയിട്ടുണ്ട്. എപ്പിതലാമിയന്റെ റെഫ്രെയിൻ വരുന്നത് ദ വുഡ്സ് ഷാൽ ടു മീ ആൻസർ ആൻഡ് മൈ എക്കോ റിംഗ്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഞാനത് മറ്റേത് എഴുതുന്നത് കൊണ്ട് ഇതും കൂടി ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. പ്രോതലാമിയനില് രണ്ട് സ്വാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആരൊക്കെയാന്നുള്ളത് നോക്കണം. കാതറിൻ ആൻഡ് എലിസബത്ത്. ഓക്കെ, കാതറിൻ ആൻഡ് എലിസബത്ത്. അതിന്റെ സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല, അതിനുള്ള ടൈം നമുക്കില്ല. പക്ഷെ നിങ്ങൾ വേറെ ഒന്നും ഈ ഒരു എക്സാമിന് വേണ്ടി, കാറ്റഗറി 3 എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടി മറ്റൊന്നും നിങ്ങൾ വായിക്കേണ്ടതില്ല. ടീച്ചർ തരുന്ന നോട്ട്സ് ദാറ്റ്സ് ഇനഫ് ആൻഡ് മോർ. അപ്പൊ കാതറിൻ ആൻഡ് എലിസബത്ത് ആണ് രണ്ട് ബ്യൂട്ടിഫുൾ സ്വാൻസ് ആയിട്ട് അവിടെ പറയും. അതിൽ വരുന്ന റെഫറൻ എപ്പോഴും എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. സ്വീറ്റ് തെയിംസ് റൺ സോഫ്റ്റ്ലി ടിൽ ഐ എൻഡ് മൈ സോങ്. ആ റെഫറൻ വരുന്ന വർക്ക് ആരുടെയാണ് എന്ന് ചോദിക്കും, ഏത് വർക്കാണെന്നും ചോദിക്കും. നിങ്ങൾ സ്റ്റാർ ഇട്ട് വെച്ചോളൂ, അത് എന്തായാലും പഠിക്കണം. അത് നമ്മുടെ പ്രോതലാമിയൻ എന്ന് പറയുന്ന എഡ്മണ്ട് സ്പെൻസറിന്റെ വർക്കാണ്. ഓക്കെ, പ്രോതലാമിയനില് വരുന്നതാണ്. അപ്പൊ അത്രയാണ് എഡ്മണ്ട് സ്പെൻസറിൽ വരുന്നത്. ഫിലിപ്പ് സിഡ്നിയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിരുന്നു. അസ്ട്രോഫിലൻസ് അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അപ്പോളജി ഫോർ പോയട്രി ഓർ ഡിഫൻസ് ഓഫ് പോയസി, ഒരു ലിറ്റററി ക്രിറ്റിസിസം വരുന്നുണ്ട് അതിൽ. ആരുടെ? ഫിലിപ്പ് സിഡ്നിയുടെ. മറക്കരുത്, തെറ്റിക്കണ്ട. ആദ്യം നമ്മൾ പഠിച്ചതിലാണ്, ഞാൻ അതിനാണ് രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച വർക്ക് സർ ഫിലിപ്പ് സിഡ്നിയുടെയാണ്. ആ സാർ എന്ന് പറയുന്നത് ഫിലിപ്പ് സിഡ്നിയുടെ നമ്മൾ പറയുന്നു. എഡ്മണ്ട് സ്പെൻസറിന്റെ നമ്മൾ പറയുമ്പോൾ സാർ എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ചത് നമ്മളൊരു സാറിനെ കുറിച്ചാണ്. ഓർക്കണം, ഞാൻ ക്ലൂ ആണ് കേട്ടോ, നമുക്ക് എക്സാമിന്റെ സമയത്ത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിന്റ് ആയിട്ടാണ് ടീച്ചർ അത് പറയുന്നത്. സർ ഫിലിപ്പ് സിഡ്നി ആണ് ഒരു ക്രിറ്റിസിസം വർക്ക് അദ്ദേഹത്തിന്റെ ഉള്ളത്. അപ്പോളജി ഫോർ പോയട്രി. ഓക്കെ, അത് സ്റ്റീഫൻ ഗോസിന്റെ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന വർക്കിന്റെ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നതാണ്. സ്റ്റീഫൻ ഗോസിന്റെ വർക്കാണ് ഇത്.
സ്കൂൾ ഓഫ് അബ്യൂസ്. ഞാൻ എടുക്കാട്ടോ ഒരു മിനിറ്റ്. ഓക്കെ, ലിറ്റററി ക്രിറ്റിസിസം, അത് സ്റ്റീഫൻ ഗേഴ്സിന്റെ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന വർക്കിന്റെ റിപ്ലൈ ആണ്. ഓക്കെ, അതിലെന്താണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ ഷോർട്ടായിട്ട് ടീച്ചർ എഴുതിയിട്ടുണ്ട്. പോയറ്റ്സ് ആർ മേക്കേഴ്സ്, ഹീസ് അഗെയിൻസ്റ്റ് ട്രാജി കോമഡി ആൻഡ് ഹി ചാമ്പ്യൻസ് ദ യൂസ് ഓഫ് ക്ലാസിക്കൽ ഹെക്സാമീറ്റർ. ഇത്രയും കാര്യങ്ങൾ അതൊന്നും പഠിക്കണ്ട, നമുക്ക് ആ വർക്ക് ഏതാന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. എങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാലുള്ളതാണ് ആ 3 പോയിന്റ് എഴുതിയിരിക്കുന്നത്. പോയറ്റ്സ് ആർ മേക്കേഴ്സ്, ഹീസ് അഗെയിൻസ്റ്റ് ട്രാജി കോമഡി, ഹി ചാമ്പ്യൻസ് ദ യൂസ് ഓഫ് ക്ലാസിക്കൽ ഹെക്സാമീറ്റർ. ഇത്രയാണ് സർ ഫിലിപ്പ് സിഡ്നിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എഡ്മണ്ട് സ്പെൻസർ നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ പോകുന്നത്, നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ടോപ്പിക് തന്നെ ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് എന്നുള്ളതാണ്. ടീച്ചർ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വരുന്ന വേറെ 2 പേര് ആരൊക്കെയാ ഓർക്കുന്നുണ്ടോ? പറഞ്ഞേ. എഡ്മണ്ട് സ്പെൻസർ, സർ ഫിലിപ്പ് സിഡ്നിയും കഴിഞ്ഞിട്ട് പിന്നെ 2 പേരുടെ പേര് ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ആരായിരുന്നു? ബെൻ ജോൺസൺ. ബെൻ ജോൺസൺ ഒരാള്, പിന്നെ ഒരാളോ? ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൺ. ഓക്കെ, അപ്പൊ നമുക്ക് ബെൻ ജോൺസനെ ഒന്ന് നോക്കൂ. ബെൻ ജോൺസന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആണ് ദ കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. ഓക്കെ, അതിൽ 4 ഹ്യൂമേഴ്സ് ഉണ്ട്. നോക്കൂ ടീച്ചർ എഴുതിയിട്ടുണ്ട്. നമുക്ക് 4 ഹ്യൂമേഴ്സ് ഉണ്ട്. അത് നമ്മൾ പഠിക്കുക. ഇങ്ങനെ ചോദിക്കില്ല, കേട്ടറ്റിന് അങ്ങനെ ചോദിക്കില്ല, എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനത് എഴുതിയെന്നേ ഉള്ളൂ. അതൊന്ന് നോക്കണം കേട്ടോ. വർക്ക് 4 ഹ്യൂമേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ടീച്ചർ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് നോക്കണം. കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. പിന്നെ എവ്രി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവ്രി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, പിന്നെ വാൾപോണ്ട് ഫോക്സ്. ഇത് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർക്കാണ്. പിന്നെ കുറച്ച് വർക്കുകൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. പക്ഷെ ഇത് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ കൊച്ചാക്കല്ല കേട്ടോ. കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ബെൻ ജോൺസന്റെ ആണ്, ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വരുമ്പോൾ ഇതാണോ അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ടീച്ചർ പറയുന്ന പോലെ തന്നെ, ഷിൻഡോ സാർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് പേജസ് ഒന്ന് മറിച്ചു നോക്കാം. പ്രിന്റ് ഔട്ട് കിട്ടി കഴിയുമ്പോൾ അത് നമുക്ക് മറിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത സർ ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കന്റെ നാമം ഓർഗാനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് 1620 1620. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് എസ്സേസ് ആണ്. അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്, ഹിസ്റ്ററി ഓഫ് ഹെൻറി ദ 7th, പിന്നെ ന്യൂ അറ്റ്ലാന്റിസ്. ഓക്കെ, ഇനി എസ്സേസ്, കൗൺസിൽസ്. എസ്സേസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ മൊണ്ടൈനോ ആണ്. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്നാണ് ബേക്കൺ എസ്സേസ് കടമെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വോളിയൂംസ് ഫസ്റ്റ് വോളിയത്തിൽ അത് ചോദിക്കൂട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവിടെ അടയാളപ്പെടുത്തി വെക്കാം. ഈ ഫസ്റ്റ് വോളിയത്തില് വർഷവും ചോദിക്കും, എത്ര എസ്സേസ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് മാർക്ക് ചെയ്തോ. 15. അത് വളരെ കൊച്ചായിട്ട് കാണരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, 1597 അദ്ദേഹം എഴുതിയിരിക്കുന്ന അതിൽ ഫസ്റ്റ് വോളിയത്തിൽ നമുക്ക് 10 എസ്സേസ് ആണ് കാണുന്നത്. അതിലാണ് ഒട്ടുമിക്ക എസ്സേസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓഫ് സ്റ്റഡീസ്, ഓഫ് ഡിസ്കോഴ്സ്, കുറേ ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എപ്പോഴും ചോദിക്കാം, ഓഫ് സ്റ്റഡീസ് ഏത് വോളിയത്തിൽ വരുന്നതാണ്? അത് ഫസ്റ്റ് വോളിയത്തിൽ. ഓക്കെ, ആ ഫസ്റ്റ് വോളിയത്തിലുള്ളത് 1597. ഓർക്കണം, 1597 എഴുതിയ വർക്കിന് 10 എസ്സേസ് ആണ് അതിലുണ്ടായിരുന്നു. സെക്കൻഡ് ആയിട്ട് വരുന്നത് 1612. ഇനി ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. 1616 നമ്മൾ ഏത് എന്താ ഓർക്കാനായിട്ടുള്ളത്? 1616 ഒന്ന് പറഞ്ഞേ. 1616 ടീച്ചർ പറഞ്ഞിരുന്നു, മറക്കരുതെന്ന് പറഞ്ഞു ടീച്ചർ. ഷേക്സ്പിയറിന്റെ ഡെത്ത് ആണ്. ഓക്കെ, 1616 മറക്കരുത് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നോക്കൂ, 1612 ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് വോളിയം 38 എസ്സേസ് ആണ് അതിൽ വരുന്നത്. 38 എസ്സേസ് ആണ് അതിൽ വരുന്നത്. തേർഡ് വോളിയം 1625. അപ്പൊ ഇപ്പൊ തന്നെ അതൊന്ന് പഠിച്ച്. 1597 ഫസ്റ്റ് വോളിയം, സെക്കൻഡ് വൺ 1612 ആൻഡ് തേർഡ് വോളിയം 1625. ഓക്കെ, ആ 25 58 എസ്സേസ്, അതിലാണ് ഏറ്റവും കൂടുതൽ എസ്സേസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് റിട്ടൺ എസ്സേസ് ആണ് ഡിസ്പേഴ്സ്ഡ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ദ സബ്ജക്ട്, essays can be
ഡിവൈഡഡ് ഇൻ ടു 3. അതായത് അദ്ദേഹത്തിന്റെ സബ്ജക്ട് മാറ്റർ അനുസരിച്ചിട്ട് ഈ എസ്സേകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞത് ഏതാ? വോളിയമാണ്. 3 വോളിയമാണ്. അതിൽ ആദ്യത്തെ ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. ഏതാ ആദ്യത്തെ വർഷം? ഏതാ? പറയൂ. ടൈം കളയാനില്ല, നമ്മളൊക്കെ പഠിക്കാനായിട്ട് ഇരിക്കണതാ. എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ടൊന്ന് വന്നേ, പറയേ. 1597. 97. അതിൽ എത്ര എസ്സേസാ? 10 essays. സെക്കൻഡ് വോളിയം പറയൂ. 62 12. ഓക്കെ. 38 essays. തേർഡ് വോളിയം 16. 25. 58 essays. 58 essays. ഇനി നേച്ചർ ഓഫ് ദ സബ്ജക്റ്റിനനുസരിച്ചിട്ട് അതിനെ പിന്നെയും തിരിച്ചിട്ടുണ്ട്. മോറൽ ആൻഡ് റിലീജിയസ്, അതുപോലെ ഡൊമസ്റ്റിക് എസ്സേസ്, അതുപോലെ പൊളിറ്റിക്കൽ എസ്സേസ്. അതിലാണ് അദ്ദേഹം നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഡൊമസ്റ്റിക് എസ്സേസ്, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു എസ്സേ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിലാണ്, ഓൾമോസ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മോറൽ ആൻഡ് റിലീജിയസ് എസ്സേസിൽ സ്റ്റിമുലേഷൻ ആൻഡ് ഡിസ്റ്റിമുലേഷൻ എന്ന് പറയുന്നതാണ്. സെക്കൻഡ് ഡൊമസ്റ്റിക് എസ്സേസ്, ഡൊമസ്റ്റിക് അറിയാലോ വേർഡ് മീനിങ്. ആ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാറ്റേഴ്സ് വരുന്നതൊക്കെയാണ് സെക്കൻഡ് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓഫ് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, ഓഫ് ലവ്, ഓഫ് ഫ്രണ്ട്സ്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കണം. അത് ആരുടെയാണ് എന്നുള്ളത് ചോദിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഡൊമസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഓഫ് വെച്ചിട്ട് ഒരുപാട് എണ്ണം ഉണ്ട്. അതിൽ ഏതാണെന്ന് നോക്കുക. പൊളിറ്റിക്കൽ എസ്സേസ് ആണ് ലാസ്റ്റ് കാറ്റഗറി. ദാറ്റ് ഈസ് ഓഫ് പ്ലാന്റേഷൻ ആൻഡ് ഓഫ് ഗ്രേറ്റ് പ്ലേസ്. ഓക്കെ, ഇതിലൊക്കെ തെറ്റുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആരെ കുറിച്ച് പഠിച്ചത്? സർ ഫ്രാൻസിസ് ബേക്കൺ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ സത്യമായിട്ട് പറയും, നമ്മുടെ ഓപ്ഷൻസ് വരുമ്പോ നമുക്ക് കിട്ടുന്ന 4 ഓപ്ഷൻ ഇവര് 4 പേരായിരിക്കും. ഓക്കെ, അപ്പൊ അതില് ഒട്ടുമിക്കതും സർ ഫിലിപ്പ് സിഡ്നി വരും, പിന്നെ നമ്മുടെ എഡ്മണ്ട് സ്പെൻസർ, ബെൻ ജോൺസൺ, അതുപോലെ നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ. അപ്പൊ അതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ഓർഡറിൽ പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. നമുക്ക് ആ പേജ് നമ്പറും അതും പിക്ചർ എടുത്ത് നമ്മുടെ ഫോട്ടോ എടുത്ത പോലെ നമുക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ റിവൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. എല്ലാവരും വളരെ എനർജറ്റിക്. ടീച്ചർ പ്രിന്റ് ഔട്ട് ആക്കിയിട്ടില്ല, ഒന്ന് നോക്കണം കേട്ടോ. ജോൺ ഡൺ ആൻഡ് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയറ്റ്. അപ്പൊ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചോദ്യം വരും. ഓക്കെ, ഒരു 4 പോയറ്റ്സ് തന്നിട്ട് അതിൽ മെറ്റാഫിസിക്കൽ പോയറ്റ് അല്ലാത്തതാര്, ആയതാര്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആള് ആര്? ജോൺ ഡൺ. ഓക്കെ, ജോൺ ഡൺ. ഇനി അതിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഡ്രൈഡന്റെ വാക്കുകളാണ്. ഹി എഫക്ട്സ് ദ മെറ്റാഫിസിക്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്യാം. ഹി ഇപ്പൊ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ തരാം കേട്ടോ. PDF 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ശരിയാക്കി തരാം. ഹി എഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞത് ആരെ കുറിച്ച് പറഞ്ഞു, ആര് പറഞ്ഞു? യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്. ഓക്കെ, അപ്പൊ ജോൺ ഡൺ ആണ് അത് പറഞ്ഞത്. ആരെ കുറിച്ച് പറഞ്ഞേ? ഡ്രൈഡൻ ആണ് അത് പറഞ്ഞത്. ജോൺ ഡണ്ണിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞത്? ഹി എഫക്ട്സ് ദ മെറ്റാഫിസിക്സ്. ഓക്കെ, കുറച്ച് മേജർ പോംസ് ഉണ്ട്, അതൊന്നും അങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷെ ചോദിക്കും. കാനനൈസേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഫ്ലീ, ഒന്നാമത്തെ വർക്ക് പഠിച്ചു പോവാണ്. നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചാ? ജോൺ ഡണ്ണിനെ കുറിച്ച്. അദ്ദേഹം മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രിയിൽ വരുന്ന ഒരു മേജർ പോയിന്റ് ആണ് ജോൺ ഡൺ. ഓക്കെ, ജോൺ ഡണ്ണിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളൊക്കെ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരുപാടല്ല, ഒരു കുറച്ച്. ഓക്കെ, നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. ദ ഫ്ലീ, അതുപോലെ ദ കാനനൈസേഷൻ. ഓക്കെ, കാനനൈസേഷനിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എക്സാമിന് ചോദിക്കുന്ന ഭാഗത്തിൽ കമ്പയർഡ് ടു ഫ്ലൈസ്, ടു ടാപ്പേഴ്സ്, പിന്നെ ഈഗിൾ ആൻഡ് ഡൗ ആൻഡ് ദ ഫോണിക്സ്. ഓക്കെ, അപ്പൊ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത് പഠിക്കുക തന്നെ വേണം. ഇനി അപ്പൊ കാനനൈസേഷൻ കഴിഞ്ഞു. പിന്നെയുള്ളത് ഹിം ടു ഗോഡ് ദ ഫാദർ. അതൊരു ഹോളി സോണറ്റ് ആണ്. ഹോളി സോണറ്റ് എഴുതുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഇതിൽ ഹോളി സോണറ്റ്സ് എഴുതുന്നത് എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കാം. അപ്പൊ അത് ജോൺ ഡൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, മെറ്റാഫിസിക്കൽ പോയിട്രി ആണ്. അതുപോലെ തന്നെ ഹോളി സോണറ്റ്സ് എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കാണ് ഹിം ടു ഗോഡ് ദ ഫാദർ. ഓക്കെ, ഇനി അതില് ഫൈനൽ ലൈൻ ഐ ഫിയർ നോ മോർ എന്ന് പറയുന്നത് അവിടെ ലാസ്റ്റത്തെ വർക്ക്
ലാസ്റ്റത്തെ ലൈനാണത്. അത് അവിടെ പറയുന്നത് ആൻ ഡണിനെ കുറിച്ചാണ് എന്നുള്ളതാണ് അവിടെ റെഫർ ചെയ്യുന്നത് എന്നും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ റെലിക് ഒക്കെ നമുക്കറിയാം റിലീജിയസ് ആയിട്ടുള്ളതാണ്. വെലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ അതില് ഞാൻ കഴിഞ്ഞ ഒരു എക്സാം നോക്കൂ. thy firmness make my circle just and makes me end where I begun. ആ വരികള് ഏത് വർക്കിലെയാണ് എന്നുള്ളത് ചോദിക്കും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. thy firmness makes my circle just and makes me end where I begun ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെയുള്ള ഒരു വർക്കാണ് സൺറൈസ്. ഓക്കെ, അത് ഓർക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഹോളി സോണറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ജോൺ ഡൺ ആണ്. ജോൺ ഡൺ റോട്ട് 19 ഹോളി സോണറ്റ്സ്. ഡിവൈൻ മെഡിറ്റേഷൻസ് എന്നും അത് അറിയപ്പെടും. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഹോളി സോണറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിവൈൻ മെഡിറ്റേഷൻസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഈ ഹോളി സോണറ്റ്സിനെ തന്നെ പറയുന്നതാണ് എന്ത്? ഡിവൈൻ മെഡിറ്റേഷൻസ്. ഓക്കെ, സോണറ്റ് നമ്പർ 10 ഡെത്ത്, ബി നോട്ട് പ്രൗഡ്. അതുപോലെ സോണറ്റ് നമ്പർ 14 ബാറ്റർ മൈ ഹാർട്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഹോളി സോണറ്റ്സ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചത് ജോൺ ഡണ്ണിനെ കുറിച്ച്. ജോൺ ഡൺ എന്ന് പറയുമ്പോൾ തന്നെ എന്തോർക്കണം എന്ന് പറഞ്ഞു ഞാൻ പറയും റെഡി ആയിട്ടിരിക്കും. നമ്മളൊക്കെ പഠിക്കാനായിട്ടാണ്. എൻകറേജ് ചെയ്യ്, പറയൂ. Metaphysical poets. മെറ്റാഫിസിക്കൽ പോയിന്റ്. വൺ മോർ. School of No. Holy sonnet. Okay, he wrote 19 holy sonnets. ഇത് ഓർക്കണം. Okay, പിന്നെ ഓർക്കേണ്ടതാണ് the plea, the canonization, a hymn to God the Father, the relic, sunrising. ഇതൊക്കെ ആ ഒരു ഓക്കെ. ഇനി അതുപോലെ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ സ്കൂളിൽ, ഐ മീൻ മെറ്റാഫിസിക്കൽ സ്കൂൾസിൽ ദ അതർ പോയറ്റ്സ് ഓഫ് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ ആരൊക്കെയാ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ജോർജ് ഹെർബർട്ട്. അതായത് തന്നിട്ടുള്ളതിൽ 4 names we get 4 names, and from that who among them is a metaphysical poet? Who among them is the metaphysical poet? ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാ ഈ ജോൺ ഡണ്ണിനെ പരിചയപ്പെട്ടത്? എവിടെയാ? ഷേക്സ്പിയറിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ 4 പേരെ പരിചയപ്പെട്ടു. കുറെ പേരുണ്ട് കേട്ടോ. അതിൽ മേജർ ആയിട്ടുള്ളത് നമുക്ക് വരുന്നതുമായിട്ടുള്ളത് മാത്രമാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെറ്റാഫിസിക്കൽ ടേമിലേക്ക് വന്നത്. ഈ മെറ്റാഫിസിക്കൽ ടേമിലുള്ള മേജർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജോൺ ഡൺ. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത മറ്റ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ജോർജ് ഹെർബർട്ട്, ദ സെയിന്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ. ഹി വാസ് എ പ്രീസ്റ്റ്. ദ ടെമ്പിൾ, അദ്ദേഹത്തിന്റെ ഒരു വോളിയം ആണ് ടെമ്പിൾ. അതിലുള്ള കുറച്ച് പോംസ് ആണ്. പിൽഗ്രിമേജ്, വെർച്യൂ, ദ കോളർ. ആ കോളർ എന്ന് പറയുന്ന പോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോളർ നമ്മൾ നോക്കൂ, ഓർക്കുന്നുണ്ടോ? ഈ പ്രീസ്റ്റിന് അവർക്ക് ഒരു കോളർ ഉണ്ടല്ലോ, അത് ഇറിറ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അത് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ പോയത്തില് എഴുതിയിരിക്കുന്നത്. ദ കോളർ എന്ന് പറയുന്ന പോം അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓർക്കണം, ആരുടെയാണ്? ജോർജ് ഹെർബർട്ട്. മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രിയിൽ വരുന്നതാണ്. ഓക്കെ, സെയിന്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജോർജ് ഹെർബർട്ട്. ഓക്കെ, അപ്പൊ നമ്മള് സൂൺ ആഫ്റ്റർ സ്റ്റഡിങ് ജോൺ ഡൺ വി ഹാവ് സ്റ്റഡിഡ് അബൌട്ട് ജോർജ് ഹെർബർട്ട്. ഓക്കെ, നെക്സ്റ്റ് റിച്ചാർഡ് ക്രാഷോ, ഹെൻറി വോഗം. ഇത് റിച്ചാർഡ് ക്രാഷോയുടെ വാക്കൊന്നും ടീച്ചർ എഴുതിയിട്ടാണ് ചോദിക്കാറില്ല. ഹെൻറി വോഗത്തിന്റെ ദ റിട്രീറ്റ് ഓർക്കണം. ദ റിട്രീറ്റ് നമ്മൾ നേരത്തെ ഇത്രയും കൂടി ഇമ്പോർട്ടന്റ് എന്ന് ടീച്ചർ പറഞ്ഞത് ദ കോളർ. ആരുടെ ആയിരുന്നു വർക്ക്? പറഞ്ഞേ. ജോർജ് ഹെർബർട്ട്. ജോർജ് ഹെർബർട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഹെൻറി വോഗം. ഓക്കെ, റിട്രീറ്റ്, എ പോം ഓഫ് ചൈൽഡ്ഹുഡ്, ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഒക്കെ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ആളാണ് അബ്രഹാം കോഹ്ലി. നമുക്കറിയാം അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ദ മിസ്ട്രസ്. അബ്രഹാം കോഹ്ലിയുടെ മിസ്ട്രസ് എന്ന് പറയുന്ന വർക്കല്ല നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ്, നമുക്ക് മെറ്റാഫിസിക്കൽ പോയട്രി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അബ്രഹാം കോഹ്ലി അതിൽ പെടുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ആൻഡ്രി മാർവൽ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കുകൾ. ടു ഹിസ് കോയ് മിസ്ട്രസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹി വാസ് ദ ഓൺലി പ്യൂരിറ്റൻ. അതും ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്.
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹി വാസ് ദ ഓൺലി പ്യൂരിറ്റൻ എമംഗ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ വെച്ചിട്ട് പ്യൂരിറ്റൻ ആയിട്ടുള്ളത് ആരാന്നുള്ളത് ആൻഡ്രൂ മാർവൽ. ആൻഡ്രൂ മാർവലിന്റെ വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടു ഹിസ് പോയമിസ്ട്രസ്. അതിന്റെ തീം എന്താ? കാർപീഡിയം. കാർപീഡിയം മീൻസ് സീസ് ദ ഡേ. ഓക്കെ, ദാറ്റ് മച്ച്. ഓക്കെ, അത്രയാണ് നമുക്ക് മെറ്റാഫിസിക്കൽ. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു പോകൂ. മെറ്റാഫിസിക്കൽ പോയട്രി നമ്മൾ പഠിച്ചത് 4 ഷേക്സ്പിയറിന്റെ കണ്ടംപററീസിനെ കുറിച്ചാണ്. ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നിവൃത്തിയില്ല, വി ഹാവ് ടു ഡു ഇറ്റ്. എങ്കിലേ നമുക്ക് ആ എക്സാമിന്റെ സമയത്ത് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഷേക്സ്പിയറിന്റെ പറഞ്ഞു. ഷേക്സ്പിയറിന്റെ കഴിഞ്ഞിട്ട് കണ്ടംപററീസ് 4 പേരെ പറഞ്ഞു. അത് കഴിഞ്ഞ് മെറ്റാഫിസിക്കൽ പോയട്രിയിലേക്ക് എത്തി. മെറ്റാഫിസിക്കൽ പോയട്രിയിൽ ആദ്യം വന്നത് ആരാ? പറയൂ, നിങ്ങൾ പറയൂ. John പറയൂ. Donne. John Donne. ജോൺ ഡൺ. ജോൺ ഡണ്ണിന്റെ വർക്കുകൾ കുറച്ചൊന്ന് പറഞ്ഞു നോക്കൂ. ഓർത്ത് പറയും, നമുക്ക് എല്ലാവരും കൂടി പറയുമ്പോ കിട്ടും. ടീച്ചർ അത് കാണിച്ചു തരുന്നില്ലേ? പറയൂ. The ഏതാ? play, canonization, Canonization, hymn to God, To God the relic. Father. ഈ hymn to God, ആ, Okay. valediction, forbidden valediction, warning, sunrise, ഓക്കെ, അപ്പൊ എല്ലാവരും കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് 2 കാര്യങ്ങൾ ടീച്ചർ പ്രത്യേകം പറഞ്ഞു. വേഗം പറയൂ. metaphysical point ആണ്, holy sonnets ആണ്. Holy Sonnet. holy sonnet, How many holy sonnets he has written? 19. 90, അത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി അതർ പോയറ്റ്സിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം വേഗം. ഏതൊക്കെയാ ആദ്യം പറഞ്ഞത്? ജോർജ് ഹെർബർട്ട്, ജോർജ് ഹെർബർട്ട്. അദ്ദേഹത്തിന് സെയിന്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ എന്ന് പറയുന്നു. ഹി വാസ് എ പ്രീസ്റ്റ്. അദ്ദേഹത്തിന്റെ ഹോളിയാണ് ദ ടെമ്പിൾ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെമ്പിൾ ഈ പോയംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട്, അതാണ് വോളിയം. ആ വോളിയത്തിൽ വന്ന പോയംസ് ആണ്. മറ്റതൊക്കെ ടെമ്പിൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കളക്ഷൻ. അതിൽ വന്നതാണ് പിൽഗ്രിമേജ്. നമ്മുടെ ബനിയൻ ഓർമ്മ വരുന്നുണ്ടല്ലേ? ബനിയൻ. ഓക്കെ, എലിക്സർ. പിന്നെ കോളർ മറക്കരുത്. പിന്നത്തെ രണ്ടാമത്തെ ആളാരാ? പറയൂ. റിച്ചാർഡ്. റിച്ചാർഡ് എർട്ടൺ, നെക്സ്റ്റ് Henry Vaughan, ഹെൻറി ഓഗൻ. അദ്ദേഹത്തിന്റെ അബ്രഹാം ഓക്കെ, റിട്രീറ്റ്, അബ്രഹാം. പറയൂ, കോൺലി, പറയൂ. Cowley, അബ്രഹാം കോഹ്ലി. then ആൻഡ്രൂ മാർവൽ. Andrew Marvell, അദ്ദേഹത്തിന്റെ വർക്ക് ഏതാ? To his poemistress. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ്, ഇതൊക്കെ ഞാൻ PDF കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ച് ആ സമയത്ത് ഞാൻ നോക്കുമ്പോ എനിക്ക് മാർക്ക് കിട്ടും എന്ന് വിചാരിക്കരുത്. തെറ്റിദ്ധാരണയാണ്. നമ്മളൊക്കെ കുറെ നാൾ മുമ്പ് പഠിച്ചവരാണ്, ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ആ സമയത്ത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ 1.5 മണിക്കൂർ ടീച്ചർ ക്ലാസ്സിലേക്ക് വരൂ. അതിനെ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യൂ. അതിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇപ്പൊ തന്നെ ഒരു പഠനം തന്നെയാണ്. നമ്മളിത് റിവൈസ് ചെയ്യുമ്പോൾ അത് വെറുതെ ആവുന്നില്ല. ടീച്ചർ നോട്ട്സ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പലതിൽ നിന്ന് എടുത്തിട്ട് അത്യാവശ്യമുള്ളത് മാത്രം എഴുതി. ഒരുപാട് തിരക്കിന്റെ ഇടയിൽ ഞാൻ എഴുതുന്നതാണ്. അതിനെ ഫ്രൂട്ട്ഫുൾ ആക്കണം. നിങ്ങൾ എല്ലാവരും ജയിക്കുമ്പോൾ മാത്രമാണ് അത് ജയിക്കുള്ളൂ. ആ വർക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ഉപകാരം ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാവരും തന്നെ ക്ലാസ്സിൽ വരും. സോ ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നോക്കൂ, നമ്മളിപ്പോ വന്നു. ഷേക്സ്പിയറിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഷേക്സ്പിയറിന്റെ കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ടംപററീസ് കണ്ടു. അങ്ങനെ തന്നെ ഓർക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ മെറ്റാഫിസിക്കലിലേക്ക് എത്തി. അതിന്റെ മെറ്റാഫിസിക്കൽ കുറച്ച് പോയിന്റ്സിനെ കുറിച്ച് പരിചയപ്പെട്ടു. ഇതൊക്കെ എക്സാക്ട് ആയിട്ട് മ്യൂട്ട് ചെയ്യാം കേട്ടോ. നോക്കൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. നോക്ക്, ജാക്കോബിയൻ പീരീഡ് 1603 മുതൽ 25 വരെയുള്ള കാലഘട്ടമാണ് ജാക്കോബിയൻ പീരീഡ് പറയുന്നത്. ഓക്കെ, 1603 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. നമ്മൾ നോക്കണട്ടെ, ഇതൊക്കെ ഒരുമിച്ചായിട്ട് വരുന്നത്. ഞാനിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ മെറ്റാഫിസിക്കൽ ഇതിന്റെ ഉള്ളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോ നമുക്കിപ്പോ എക്സാക്ട് നമ്പർ അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് നമുക്കിത് ചെയ്യാനായിട്ടല്ലല്ലോ. നമുക്ക് അതിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള വർക്കേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ടീച്ചർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ്. തെറ്റായിട്ടുള്ള ഓർഡർ ഒന്നും അല്ല, എങ്കിലും ഞാനൊന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ ഇടയിലൊക്കെ വരും, അതൊക്കെ ഞാൻ അപ്പോൾ ഓർമ്മിപ്പിക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദിസ് ജാക്കോബിയൻ പീരീഡ്. ഈ ജാക്കോബിയൻ പീരീഡ് എന്ന് പറയുന്നത് ജെയിംസ് ഫസ്റ്റ് reigned England
ഫ്രം 1603 മുതൽ 1625 വരെയുള്ള കാലഘട്ടത്തില് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാവ് ജെയിംസ് ഫസ്റ്റ്, അദ്ദേഹത്തിന്റെ പേരില് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ജാക്കോബിയൻ എന്ന വേർഡ് വന്നത്. ഓർക്കണം, 1603 മുതൽ 25 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാക്കോബിയൻ എറ, ജാക്കോബിയൻ പീരീഡ്. ഓക്കെ, കേട്ടല്ലോ? സോ ക്ലിയർ ആയിട്ട് തന്നെ പോയി. ഇനി നമ്മൾ പഠിക്കുന്നത് ജാക്കോബിയൻ പീരീഡിൽ വന്ന കുറച്ച് വർക്കേഴ്സ് ആണ്. അപ്പൊ നമുക്കെല്ലാം നമ്മുടെ കണക്റ്റഡ് ആണ് കേട്ടോ. കണക്ട് ചെയ്തിട്ട് എപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ടീച്ചർ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഡീറ്റെയിൽ പോവാത്തത് കൊണ്ട് ചിലർക്ക് ഡൗട്ട് വരില്ല, പക്ഷെ അറിയുന്നവർക്ക് അത് ഡൗട്ട് വരും. അതുകൊണ്ടാണ് ടീച്ചർ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഈ ഷേക്സ്പിയറൻ കാലഘട്ടം, ദിസ് പീരീഡ് ഈസ് എ പാർട്ട് ഓഫ് ഷേക്സ്പിയറൻ ഏജ്, മെറ്റാഫിസിക്കൽ പോയട്രി, പ്രോബ്ലം പ്ലേസ്, ഷേക്സ്പിയർസ് ലേറ്റർ വർക്ക്സ് ലൈക്ക് മാക്ബത്ത്, കിങ് ലിയർ, ദ ടെമ്പസ്റ്റ്, അതൊക്കെ അറിയപ്പെടുന്നത് അതൊക്കെ എഴുതിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓർക്കണം, നമ്മൾ പഠിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിന് ഓരോ വർക്കുകളെ നമ്മൾ ഞങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ പറയാണ്, ഈ കാലഘട്ടത്തിലാണ് ഈ വർക്കുകളൊക്കെ ചെയ്തത്. അപ്പൊ മെറ്റാഫിസിക്കൽ പോയട്രി വന്നിരിക്കുന്നത് ഇതാണ്, പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ആദ്യമാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, അത് സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദ കിങ് ജെയിംസ് ബൈബിൾ. 1611 കിങ് ജെയിംസ് ബൈബിൾ വന്നത്, ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബെൻ ജോൺസൺ, നമ്മൾ നേരത്തെ പഠിച്ച ബെൻ ജോൺസൺ, ഫ്രാൻസിസ് ബേക്കൺ, റോബർട്ട്, ഇവരുടെയൊക്കെ വർക്കുകൾ ഈ സമയത്തിലാണ് അവരൊക്കെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ ഞാൻ പഠിപ്പിക്കാത്ത ഒരു പേര് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് ടീച്ചർ ചേർത്തിരിക്കുന്ന റോബർട്ട് ബേർട്ടൺ, അനാട്ടമി ഓഫ് മെലങ്കണി. ഓക്കെ, അനാട്ടമി ഓഫ് മെലങ്കണി റോബർട്ട് ബേർട്ടന്റെ വർക്കാണ്, അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ജോർജ് ചാപ്മാന്റെ ട്രാൻസ്ലേഷൻ ഓഫ് ഹോമർ 1616 ഓർക്കുന്നുണ്ടല്ലോ? എന്താണ് ഞാൻ പറയും? അതുപോലെ 1613 ഇപ്പൊ തന്നെ പറഞ്ഞു കുറച്ച് നേരത്തെ. 1613 ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. 1612 1612 ഏതാ? 1612 സെക്കൻഡ് വോളിയം ആണ്, ഫ്രാൻസിസ് ബേക്കൺ. പറഞ്ഞു സെക്കൻഡ് വോളിയത്തിന് മുമ്പ് ഫസ്റ്റ് വോളിയം എന്നായിരുന്നു? 1597. വെരി ഗുഡ്. 1597 10 എസ്സേസ് ആയിരുന്നു. സെക്കൻഡ് വോളിയം ആണ് 16 പറയൂ 1612. 12, അതിൽ 38. ലാസ്റ്റ് വൺ 1625. 28. ഓക്കെ, അപ്പൊ ഈ 1625 എന്ന് പറയുന്ന വർഷം വേറെ എന്തെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1625 നമ്മുടെ ഫ്രാൻസിസ് ബേക്കന്റെ ലാസ്റ്റ് വോളിയം വന്നത് 58 എസ്സേയോട് കൂടിയിട്ട്. ആ 1625 എന്ന് പറയുന്ന വർഷം നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടോ? നോക്കൂ, നമ്മുടെ ജാക്കോബിയൻ എറ അവസാനിക്കുന്നത് ഏതാ വർഷം? 1625 തന്നെയാ. ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. 1603 മുതൽ അവിടെ ഓപ്ഷനിൽ 1601 ഉണ്ടാവും, 1602 ഉണ്ടാവും, 3 ഉണ്ടാവും, 13 ഉണ്ടാവും. നമ്മൾ ആ സമയത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയി, ഇത് എന്തിട്ടാണോ പഠിച്ചതാണല്ലോ, കുറെ പഠിച്ചതാണല്ലോ അല്ലേ? അപ്പൊ അതാണ് നമ്മള് 1603 മുതൽ 1625 വരെ. അപ്പൊ 25 നമ്മൾ പഠിച്ചിരിക്കുന്നു. 1625 ബേക്കന്റെ ലാസ്റ്റ് വോളിയം. നോക്കൂ, ടീച്ചർ പറഞ്ഞില്ലേ ഈ ജാക്കോബിയൻ പീരീഡിലാണ് ഇവരൊക്കെ വരുന്നത്. മെറ്റാഫിസിക്കൽ പോയട്രി വന്നു, അതുപോലെ ഷേക്സ്പിയറിന്റെ മേജർ ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടല്ലോ, ലാസ്റ്റത്തെ മാക്ബത്ത്, കിങ് ലിയർ, ടെമ്പസ്റ്റ്, അതൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി 1611 പ്രാധാന്യം എന്താ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് 1611? പറയൂ. Authorized version of the Bible. The King James Bible. Okay, otherwise it is known as the authorized version of the Bible. Okay, ഇനി അതുപോലെ ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോക്കുക, അവിടെ അതൊന്ന് പഠിക്കണം. ജോർജ് ചാപ്മാന്റെ ട്രാൻസ്ലേഷൻ ഓഫ് ഹോമർ 1616. ഓക്കെ, അതൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ ബ്ലൈൻഡ് ബെഗർ ഓഫ് അലക്സാൻഡ്രിയ, ബിസി ദി എംബോയ്,
അത് മൂന്നും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഓപ്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അത് മൂന്നും. ജോർജ് ചാപ്മാന്റെ വർക്ക്, അതുപോലെ തന്നെ റോബർട്ട് ബേർട്ടിന്റെ അനാട്ടമി ഓഫ് ബെനഫിറ്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് ജാക്കോബിയൻ പീരീഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയും കൂടിയും ഒരു 10 വർക്ക്സും 10 ഓതേഴ്സിന്റെ പേരും ഈ ഒരു കാലഘട്ടത്തിൽ, ഇത് മാത്രമാണ് ടീച്ചർ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. വേറെ ഏതെങ്കിലും വർക്കിന് പോകുന്നവരാണെങ്കിൽ തിരിച്ചു വരെ നമ്മുടെ ക്ലാസ്സിൽ കയറി നമ്മളിവിടെ പഠിക്കണം. നമ്മുടെ ടൈം ഒട്ടും വേസ്റ്റ് അല്ല. ജാക്കോബിയൻ എറയിൽ ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 10 വർക്ക്സ് ആണ്. 10 വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തന്നെ അവിടെ പഠിക്കണം. നോക്കൂ, തോമസ് ഹീവുഡിന്റെ അദ്ദേഹത്തിന്റെ തോമസ് ഹീവുഡിനെ ചാൾസ് ലാംബ് വിശേഷിച്ചിരിക്കുന്നതാണ് എ സോർട്ട് ഓഫ് പ്രോസ് ഷേക്സ്പിയർ എന്ന് ചാൾസ് ലാംബ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? തോമസ് ഹീവുഡ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നമ്മുടെ ചാൾസ് ലാംബിനെ കാലഘട്ടത്തിലേക്ക് ഇവിടെ ഒന്നും പഠിക്കരുത്. നമ്മളിവിടെ അദ്ദേഹത്തിന്റെ വർക്കൊന്നും പഠിച്ചിട്ടില്ല. നമ്മളിപ്പോ പഠിക്കുന്നത് ജാക്കോബിയൻ എറയാണ്. അതിൽ നമ്മൾ പഠിച്ച തോമസ് ഹീവുഡിനെ പരിചയപ്പെട്ടപ്പോഴാണ് പറയുന്നത് ചാൾസ് ലാംബ് അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പരീക്ഷയ്ക്ക് വരുന്നതാണ്. എ വിമൺ കിൽഡ് വിത്ത് കൈൻഡ്നസ്, ദ ഇംഗ്ലീഷ് ട്രാവലർ. ആരുടെ വർക്കുകളാണ് ചോദിക്കാം. തോമസ് ഹീവുഡ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്ന പേര്, തോമസ് ഹീവുഡ്. നെക്സ്റ്റ് വൺ തോമസ് ഡെക്കർ. തോമസ് ഏട്ടൻ തന്നെ, പക്ഷെ ഡെക്കർ പേര് മാറിയിട്ടുണ്ട്. ദ ഷൂ മേക്കേഴ്സ് ഹോളിഡേ ഓർ ദ ജെന്റിൽ ക്രാഫ്റ്റ്. 1599 ആ വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് എഴുതിയിരിക്കുന്നതാണ്, പ്രിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അവരെ പഠിക്കുന്നത്. തോമസ് ഡെക്കർ ആദ്യം പഠിച്ചത്. തോമസ് ഹീവുഡ് അദ്ദേഹത്തിന് വർക്കാണ് എ വിമൺ കിൽഡ് വിത്ത് കൈൻഡ്നസ്. പിന്നത്തെയാണ് ഇംഗ്ലീഷ് ട്രാവലർ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷകൾക്ക്. വിമൻ കിൽഡ് വിത്ത് കൈൻഡ്നസ് ഓക്കെ, നമ്മൾ ആ വർക്ക് മാത്രമേ ഒന്ന് നോക്കുന്നുള്ളൂ. നെറ്റിനൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ക്യാരക്ടറാണ് നമ്മളോട് ചോദിക്കുക, അത് ഏത് വർക്കിലെ ക്യാരക്ടർ ആണെന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ഇത് മതി. തോമസ് ഡെക്കറിന്റെ ദ ഷൂ മേക്കേഴ്സ് ഹോളിഡേ, അത് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. ഷൂ മേക്കേഴ്സ് ഹോളിഡേ തോമസ് ഡെക്കറിന്റെ വർക്കാണ്. പിന്നെ കുറച്ച് വർക്കുകൾ നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് ജോൺ മാസ്റ്റൺ, സിറിൽ ടോർണർ, ജോൺ വെബ്സ്റ്റർ. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കൂ, ജോൺ വെബ്സ്റ്റർ അദ്ദേഹത്തിന്റെ ദ വൈറ്റ് ഡെവിൾ, അതുപോലെ ഡച്ചസ് ഓഫ് മാൽഫി. ഓക്കെ, റിവഞ്ച് ട്രാജഡി ആണത്. റിവഞ്ച് ട്രാജഡി തന്നിരിക്കുന്ന വർക്കിൽ വിച്ച് വർക്ക് എമംഗ് ദം ഇസ് എ റിവഞ്ച് ട്രാജഡി എന്ന് ചോദിക്കും. ഓക്കെ, റിവഞ്ച് ട്രാജഡി ആരുടെയാ? ദ ഡച്ചസ് ഓഫ് മാൾഫി എന്ന് പറയുന്ന വർക്ക് ആരുടെ വർക്കാ? ജോൺ വെബ്സ്റ്ററിന്റെ. ഇത് പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചോ. ജോൺ വെബ്സ്റ്റർ അദ്ദേഹത്തിന്റെ വർക്കാണ് ഇത്, ദ വൈറ്റ് ഡെവിൾ. ഓക്കെ, വൈറ്റ് ഡെവിൾ, അതുപോലെ ഡച്ചസ് ഓഫ് മാൾഫി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു, ഞാൻ PGക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഡച്ചസ് ഓഫ് മാൾഫി ഒരു റിവഞ്ച് ട്രാജഡിയാണ്. അടുത്തത് ഫ്രാൻസിസ് ബ്യൂമണ്ട് ആൻഡ് ജോൺ ഫ്ലെച്ചർ. അവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഈ ട്രാജി കോമഡീസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. കിങ് ആൻഡ് നോക്കിങ്, അതുപോലെ ദ മെയ്ഡ്സ് ട്രാജഡി. ഇത് രണ്ടും അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. പിന്നെയുള്ള വർക്കാണ് തോമസ് മിഡിൽട്ടന്റെ ഗെയിം അറ്റ് ചെസ്. ഒരു കോമഡിയാണ് ഗെയിം അറ്റ് ചെസ്. അതുപോലെ വിമൺ ബിവെയർ വിമൺ, നമ്മൾ നേരത്തെ ഒരു വിമൺ പറഞ്ഞു, ഏതാ? എ വിമൻ കിൽഡ് വിത്ത് കൈൻഡ്നസ്. ഇതാരുടെ വർക്കായിരുന്നു? തോമസ് ഹീവുഡിന്റെ. ഓക്കെ, ഇപ്പൊ പറയുന്നത് തോമസ് മിഡിൽട്ടന്റെ ഗെയിം അറ്റ് ചെസ്. പിന്നെ വിമൺ ബിവെയർ വിമൺ, ദ ചേഞ്ച്ലിംഗ് 1653 ട്രാജഡി. അങ്ങനെ തോമസ് മിഡിൽട്ടൺ, അദ്ദേഹത്തിന് ഓർത്താൽ മതി. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഗെയിം അറ്റ് ചെസ്സും വിമൺ ബിവെയർ വിമണും. ഓക്കെ, അപ്പൊ 7 പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഓർക്കുക, ആദ്യം നമ്മൾ പറഞ്ഞത് തോമസ് ഹീവുഡ് ആണ്. തോമസ് ഹീവുഡിനെ ചാൾസ് ലാംബ് അദ്ദേഹത്തിനെ സോർട്ട് ഓഫ് പ്രോസ് ഷേക്സ്പിയർ എന്ന് പറയുന്നു. വിമൺ കിൽഡ് വിത്ത് കൈൻഡ്നസ് എന്ന അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. മറ്റൊരു വർക്കാണ് ഇംഗ്ലീഷ് ട്രാവലർ. തോമസ് ഹീവുഡ് ഓർമ്മ വരണം. അടുത്തത് തോമസ് ഡെക്കർ, അതാണ് ഷൂ മേക്കേഴ്സ് ഹോളിഡേ ഓർ ദ ജെന്റിൽ ക്രാഫ്റ്റ്. നെക്സ്റ്റ് വൺ ജോൺ മാസ്റ്റൺ, സിറിൽ ടർണർ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന 5ാമത്തെ ആളാണ് ജോൺ വെബ്സ്റ്റർ, വൈറ്റ് ഡെവിൾ ആൻഡ് ദ ഡച്ചസ് ഓഫ് മാൾഫി. ഡച്ചസ് ഓഫ് മാൾഫി എന്ന് പറയുമ്പോൾ തന്നെ, ആ വാക്ക് പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റിവഞ്ച് ട്രാജഡി ആണെന്ന് ഓർമ്മ വരുന്നത്. പിന്നെയുള്ളതാണ് ഫ്രാൻസിസ് ബൈമണ്ടും ജോൺ ഫ്ലെച്ചറും ഒരുമിച്ചിട്ട് എ കിങ് ആൻഡ് നോക്കിങ്, ദ മെയ്ഡ്സ് ട്രാജഡി. ഓക്കെ, നെക്സ്റ്റ് വൺ തോമസ് മിഡിൽട്ടൺ, അദ്ദേഹത്തിന്റെ 3 വർക്കുകൾ. നെക്സ്റ്റ്
രണ്ടാളെയും കൂടി പരിചയപ്പെടാം. ജെയിംസ് ഷേർലി, ദ ലേഡി ഓഫ് പ്ലഷർ. വർക്കൊന്നും നോക്കണ്ട, ജെയിംസ് ഷേർലി ഈ വിഭാഗത്തിൽ വരുന്നതാണ് എന്ന് മാത്രം ഓർത്താൽ മതി. റോബർട്ട് ബർട്ടൺ, ദ അനാട്ടമി ഓഫ് മെലങ്കൻ, നമ്മൾ നേരത്തെ പഠിച്ചുള്ള ഒരാളാണ്. ഞാൻ അവിടെ എഴുതി, ശരി, അതിലെന്നെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, റോബർട്ട് ബർട്ടൺ ഞാൻ അപ്പുറത്തും പരിചയപ്പെടുത്തിയിരുന്നു, ആ സമയത്തും പരിചയപ്പെടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട് എന്തെങ്കിലും ആവട്ടെ. റോബർട്ട് ബർട്ടൺ, ദ അനാട്ടമി ഓഫ് മെലങ്കൻ. പിന്നെ നിക്കോളാസ്, റാൾഫ് ഡോയിസ്റ്റർ, അത് ചോദിക്കും, ഫസ്റ്റ് കോമഡി പ്ലേ ആണത്. ഓക്കെ, നിക്കോളാസിന്റെ റാൾഫ് ഡോയിസ്റ്റർ ഒക്കെ ആക്കുമ്പോൾ തന്നെ ഒരു കോമഡി പോലെ ഉണ്ടല്ലോ, റാൾഫ് ഡോയിസ്റ്റർ. അപ്പൊ ആദ്യത്തെ കോമഡി പ്ലേ ആണ് ഇത്, നിക്കോളാസിന്റെ റാൾഫ് ഡോയിസ്റ്റർ. അത് മാർക്ക് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 10+1, അപ്പുറത്ത് നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചിരുന്നു, ജോർജ് ചാപ്മാനും കൂടി പഠിച്ചിരുന്നു. അങ്ങനെ 11 പേരാണ് നമ്മൾ ഈ ഒരു ജാക്കോബിയൻ പീരീഡില് നമ്മൾ അറിയപ്പെടുന്ന കാലഘട്ടം. ഒന്നും കൂടി പറഞ്ഞു, ജാക്കോബിയൻ ഇറ എന്ന് പറയൂ. 16 Not 3 to 1623. 25. എവിടെ വന്ന് 25 എവിടെ വന്ന് പറയൂ, ഞാൻ പറയൂ. 25 വർഷം നമ്മൾ വേറെ എന്തിനോ പഠിച്ചല്ലോ, പോരട്ടെ. 1586 തേർഡ് വോളിയം വന്നത് ഫ്രാൻസിസ് ബേക്കന്റെ. ഓക്കെ, ജാക്കോബിയൻ എറ അവസാനിച്ചതും 25 തന്നെയാണ്. ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ പറയൂ, വർഷം പറയൂ. ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ 1611. ഓക്കെ, 1611. ഓക്കെ, അപ്പൊ നമ്മൾ പരിചയപ്പെട്ടു ഈ 5 പേരെയും. 10+1 11 പേര്. ആദ്യത്തെ ആള് ഞാൻ പറഞ്ഞത് അപ്പുറത്തെ ഇതിലായി നോക്കൂ, ജോർജ് ചാപ്മാൻ, ട്രാൻസ്ലേഷൻ ഓഫ് കോമൺ. അദ്ദേഹത്തിനും കൂടി ഈ കാലഘട്ടത്തിൽ പഠിക്കണം കേട്ടോ. ബ്ലൈൻഡ് ബേക്കർ ഓഫ് അലക്സാണ്ടർ, ബിസി ദ എംബോയ്സ്, അത് അദ്ദേഹത്തിന്റെ ഒരു വർക്ക്. പിന്നെ പഠിച്ച നമ്മള് തോമസ് ഹീവുഡ് ഓർക്കണം, തോമസ് ഡെക്കർ, ജോൺ മാസ്റ്റൺ, സെറിൽ ടേർണർ, ജോൺ വെബ്സ്റ്ററിന്റെ 2 വർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റ് ഡെവിളും ഡച്ചസ് ഓഫ് മാൾഫിയും, അതൊരു റിവെഞ്ച് ട്രാജഡിയാണ്. ഫ്രാൻസിസ് ബീമുണ്ടാന്റെ ജോൺ ഫ്ലെച്ചർ, പിന്നെ തോമസ് മിഡിൽട്ടൺ, പിന്നെ അദ്ദേഹത്തിന്റെ ജെയിംസ് ഷേർലി, എ ലേഡി ഓഫ് പ്ലഷർ. ജെയിംസ് ഷേർലി എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പോകുമ്പോൾ ഈ ജെയിംസ് ഷേർലി അങ്ങനെ ഒരു വേർഡ് കാണുന്നതാണ്. റോബർട്ട് ബർട്ടൺ നമ്മൾ അവിടെയും പറഞ്ഞു, ദ അനാട്ടമി ഓഫ് മെലങ്കനി. നിക്കോളാസ്, റാൾഫ് ഡോയിസ്റ്റർ, ഫസ്റ്റ് കോമഡി പ്ലേ. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ജാക്കോബിയൻ എറ. ഇനി അടുത്തപ്പത് പക്കയായിട്ടോ, ജാക്കോബിയൻ എറ എന്നതിൽ നമ്മൾ വന്ന ഈ 10 പേർ നിങ്ങൾ പഠിക്കുമ്പോഴും PDF കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെ പഠിക്കണം. അടുത്ത ഒരു അധ്യായത്തിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് ദാറ്റ്? ഏതേറാ? കരോലിൻ ഏജ്. ഓക്കെ, കരോലിൻ ഏജ് നമ്മൾ നോക്കൂ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അന്ന് ഡിഗ്രിക്കും PGക്കും ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. കരോലിൻ ഏജ് അത് നോക്കൂ, 1625 വരെയാണ് നമ്മളിപ്പോ പഠിച്ചു നിർത്തിയിരുന്നത്. ഓക്കെ, ഇത് 16 പറയൂ, നമ്മുടെ മറ്റേ ഏജിനെ കുറിച്ച് പറയൂ. ജാക്കോബിയൻ ഏജ് എന്നാണ്? 1603 to 25. ഇനിയിപ്പോ നമ്മൾ ഏജ് ആണ് 1625 to 1649 വരെ. ഇതൊക്കെ ഒരു പ്രത്യേകതകൾ നോക്കൂ. കരോലിൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ ഏതായിരുന്നു? ജെയിംസ് ഫസ്റ്റിന്റെ ഡിറൈവ്ഡ് ആയിരുന്നു അല്ലെ? ഇവിടെ ചാൾസ് ഫസ്റ്റ് ആണ് വരുന്നത്. കരോലിൻ ഇസ് ആൻ അഡ്ജക്റ്റീവ് derived from Charles I of England, who reigned from 1625 മുതൽ 1642 വരെ. മോസ്റ്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് wrote during this age. അപ്പൊ ഇവിടെയും കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ ഉണ്ടെന്ന്. ഇനി അവര് അപ്പൊ തന്നെ മരിച്ചും പോണില്ലല്ലോ, അവര് ഇവരുടെ ബാക്കി ലൈഫ് ഇതിലും വന്നിട്ടുണ്ട്. അപ്പൊ കരോലിൻ ഏജിലും മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചു നോക്കട്ടെ. നമ്മുടെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിന്റെ സെയിന്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറഞ്ഞത് അറിയാം? ഓർത്ത് നോക്കൂ. സെയിന്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറഞ്ഞത് നമ്മളെ ജോർജ് ഹെർബർട്ട്. വെരി ഗുഡ്. അദ്ദേഹത്തിന്റെ വർക്കാണ് കോളർ. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. കോളർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക്. ഓക്കെ, അവിടെ തന്നെ നമ്മൾ പഠിച്ച മറ്റു പോയറ്റ്സ് ആണ്. ഞാൻ ജസ്റ്റ് വായിക്കാം. റിച്ചാർഡ് ക്രാഷോ, ഹെൻറി യോഗം, അബ്രാഹം കപ്ലി, ഹെൻറി മാർവൽ. ഓക്കെ, ഹെൻറി മാർവൽ അദ്ദേഹത്തിന്റെ ടു ഹിസ് കോയ് മിസ്ട്രസ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. കരോലിൻ 1625 to 1649.
1625 to 1649 ഇതില് പറഞ്ഞു ചാൾസ് ഫസ്റ്റ് ആണ്. അവിടെ ജെയിംസ് ഫസ്റ്റ് ആയിരുന്നു. 42 എന്നല്ലേ? എന്തോ ജെയിംസ് ഫസ്റ്റ് ആയിരുന്നു, ഇവിടെ ചാൾസ് ഫസ്റ്റ് ആണ്. കൊറിയൻ മോസ്റ്റ് ഓഫ് ദ മെറ്റാഫി. ഓക്കെ, ഇനി കെവലിയർ. എന്ത് ഈ കെവലിയാറും ഈ കരോലിനും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണോ എന്നുള്ളതാണ്. നോക്കൂ, ഈ കരോലിൻ ഏജ് ആ എറയെ, ആ ഒരു കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കരോലിൻ ഏജ്. ഈ കരോലിൻ ഏജിൽ എഴുതിയ പോയറ്റ്സിനെ വിളിക്കുന്നതാണ് എന്ത്? കെവലിയാർ. ഓക്കെ, കെവലിയാർ പോയറ്റ്സ് എന്നുള്ളതാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവണം, സാധ്യത കൂടുതലാണ്. കെവലിയാർ പോയറ്റ്സ്, ടീച്ചർ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇത് രണ്ടും ഏജിനെ പറയുന്നതാണ്. ഒരു ഏജ് ആണ് കരോലിൻ ഏജ് എന്നാണ് നമ്മൾ പറയാം. അതിൽ എഴുതിയ പോയറ്റ്സിനെ വിളിക്കുന്നതാണ് കെവലിയാർ. ഓക്കെ, അപ്പൊ നമ്മൾ അറിയപ്പെടുന്നത് കെവലിയാർ പോയറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ആരൊക്കെയാണ് കെവലിയാർ പോയറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ സപ്പോർട്ടേഴ്സ് ഓഫ് ദ കിങ് ചാൾസ് ഫസ്റ്റ്. ചാൾസ് ഫസ്റ്റിന്റെ സപ്പോർട്ടായിട്ട്, ആ സമയത്ത് എതിർ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇത് ഈ ചാൾസ് ഫസ്റ്റിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, പോയറ്റ്സ് ഉണ്ട്. അവരെയാണ് എന്ത് പറയുന്നത്? കെവലിയാർ പോയറ്റ്സ്. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിയും. അതിനാണ് ഞാനത് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. ഇതിന്നൊന്നും ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല, പക്ഷെ നമ്മുടെ മെമ്മറിയിൽ അത് നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ഇറ്റ് റെഫേഴ്സ് ടു ദ സപ്പോർട്ടേഴ്സ് ഓഫ് ദ കിങ് ചാൾസ് ഫസ്റ്റ് ഡ്യൂറിങ് കരോലിൻ ഏജ്, കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ പാർലമെന്റേറിയൻസ് അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ്. നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എതിർ പാർട്ടിക്ക് പറയുന്നതാണ് പാർലമെന്റേറിയൻസ് അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. ഇനി കെവലിയാർ പോയറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ലവ്, ബ്യൂട്ടി, പ്ലഷർ ആൻഡ് കാർപീഡിയം. ഓക്കെ, ഇനി കെവലിയാർ പോയറ്റ്സ് ആർ ദ റൈറ്റേഴ്സ് ഓഫ് ദ, ആ സമയത്തെ പോയറ്റ്സിനെ വിളിക്കുന്ന പേരാണ് കെവലിയാർ പോയറ്റ്സ്. ഇനി മേജർ കെവലിയാർ പോയറ്റ്സ് ആരൊക്കെയാ? റോബർട്ട് ഹെറിക്. ദേ പറഞ്ഞു റോബർട്ട്. അപ്പുറത്തുണ്ടായിരുന്നു കുറെ റോബർട്ട് ബേർട്ടൺ ഒക്കെ ഉണ്ടായിരുന്നു. റോബർട്ട് ബേർട്ടന്റെ ഒരു വർക്ക് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ഒന്ന് ഓർത്തേ. റോബർട്ട് ബേർട്ടൺ. അത്രയ്ക്ക് സ്ട്രെസ് കൊടുക്കേണ്ട Anatomy of Melancholy. അല്ലെ? അനാട്ടമി ഓഫ് മെലങ്കലി, അതാണ് റോബർട്ട് ബേർട്ടന്റെ. അത് ഏതിലായിരുന്നു? മെറ്റാഫിസിക്കലാണോ? മെറ്റാഫിസിക്കലാണോ? Jacobean. അല്ല, ജാക്കോബിയൻ എറയില് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ വന്നത് കെവലിയാർ പോയറ്റ്സ് നമ്മുടേത് റോബർട്ട് ഹെറിക്. വാക്കുകൾ, ആ പേരുകളൊന്ന് കിട്ടുക. തോമസ് കാര്യു, സർ ജോൺ സെക്ലിംഗ്, റിച്ചാർഡ് ലവ്ലേസ്, എഡ്മണ്ട് വാലർ. ഇത്രയും പോയറ്റ്സിന്റെ പേരുകൾ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക. ഇതൊന്നും ഈ തിരക്കിന്റെ ഇടയിൽ ഇവരെയൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ ഫോട്ടോ എടുത്താൽ മതി, നമുക്ക് പ്രിന്റ് ഔട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് നോക്കുക, എല്ലാ ദിവസവും ഒന്ന് നോക്കാം. ഇതൊക്കെ തന്നെ നമുക്ക് ആർക്കും സമയമുള്ള, ഒരൊറ്റ ആൾക്ക് സമയമില്ല പഠിക്കാനൊന്നും. ഇപ്പൊ ഈ പ്രായത്തിലൊന്നും അല്ലെ, നമ്മള് ഇതാണ് ചെറിയ പിള്ളേർക്കൊക്കെ ഒക്കെ അല്ലെ. അപ്പൊ നമ്മള് ഇത് റോബർട്ട് ഹെറിക്, തോമസ് കാര്യു, സർ തോമസ് സെക്ലിംഗ്, റിച്ചാർഡ് ലവ്ലേസ്. ആ ലവ്ലേസ് ഒക്കെ ഇടയ്ക്ക് വരാറുള്ളതാണ്. എഡ്മണ്ട് വാലർ. ഇവരൊക്കെയാണ് ആര്? കെവലിയാർ പോയറ്റ്സ്. ഇനി അതില് കുറച്ച് ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നോക്കൂ, തിയേറ്റേഴ്സ് വർ ക്ലോസ്ഡ് ഇൻ 1642. Charles I was beheaded on 30th January 1649. നോക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിച്ചത് തന്നെ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. നോക്കൂ, കെവലിയാർ പോയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ഫസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത്. അപ്പൊ തന്നെ എതിർകക്ഷികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാലോ. റൗണ്ട് ഹെഡേഴ്സ്, അതുപോലെ തന്നെ വേറെ എന്താ പേര് പറഞ്ഞ പാർലമെന്റേറിയൻസ്. അപ്പൊ അവർ തമ്മിൽ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ചാൾസ് ഫസ്റ്റ് വാസ് ബിഹെഡഡ് ഓൺ 30th January 1649. അതോടുകൂടി ആ എറ അവിടെ അവസാനിക്കുകയാണ് 1649. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വേറെ രണ്ട് ഫേസുകളാണ്. സിവിൽ വാർ നടന്ന കാലഘട്ടം 1642 മുതൽ 46 വരെ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ട് 48 മുതൽ 54. അപ്പൊ നമ്മുടെ ഈ എറ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തേക്ക് വന്നു. പിന്നെ നമ്മൾ അടുത്തത് പഠിക്കുന്നത് ആ വിഭാഗത്തെയാണ്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു കാറ്റഗറി നമ്മളിവിടെ അവസാനിക്കുകയാണ്. കരോലിൻ ഏജ്. ഓക്കെ, കരോലിൻ ഏജ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഇത് കെവലിയാർ പോയറ്റ്സ്. ഇനി നിങ്ങൾ പറയുക, പേരുകളൊന്ന് വായിച്ചേ, നിങ്ങളൊന്ന് എനർജറ്റിക് ആയ പറഞ്ഞേ, പറയ് പോയറ്റ്സിന്റെ പേരൊന്ന് വായിക്കേ, ജസ്റ്റ് ഒന്ന് നോക്കി വായിക്കൂ. Robert Herrick, Thomas Carew,
Sir John Suckling, Richard Richard Lovelace, Lovelace, Edmund Waller. Edmund Waller. Edmund Waller. സക്ലിംഗ് ഒക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ലവ്ലേസും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവരെ ഒന്ന് ഫോട്ടോ എടുക്കുക. കെവലിയാർ പോയറ്റ്സ് ആണ്. കെവലിയാർ പോയറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജാവിനെ, കിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. ചാൾസ് ഫസ്റ്റ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് 1642 നമ്മുടെ തിയേറ്റർ ഒക്കെ അവർ ക്ലോസ് ചെയ്തു. ചാൾസ് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ തല അറുത്ത് കണ്ടുപോയി 30th January 1649. അതുപോലെ തന്നെ സിവിൽ വാർ വന്ന വർഷമാണ് 42 മുതൽ 46 വരെ. അപ്പൊ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഓക്കെ, അങ്ങനെ അതിനെ ഓർക്കുക, കെവലിയർ പോയറ്റ്സിനെ ഓർക്കുക. ഇനി സിവിൽ വാർ നടന്നു എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ആ ഒരു എറയിലേക്ക് കിടക്കാം. സിവിൽ വാർ. ഓക്കെ, സിവിൽ വാറിന്റെ കാലഘട്ടത്തിൽ പീരീഡ് ഓഫ് സിവിൽ വാർ അല്ലെങ്കിൽ കോമൺവെൽത്ത് എന്നും അതിനെ അറിയപ്പെടുന്നു. പീരീഡ് ഓഫ് സിവിൽ വാർ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻസ് കൊടുത്ത് ഇന്ന ഇതിലാണ്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്, അതൊക്കെ നമ്മൾ കാണണം. പക്ഷെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇങ്ങനെ പഠിച്ചതിന് ശേഷം യു ക്യാൻ, അതർവൈസ് ഡോണ്ട് വാച്ച് സച്ച് തിങ്സ് ആൻഡ് ഓക്കെ സച്ച് വീഡിയോസ് യു ക്യാൻ, ഡെഫിനറ്റ്ലി യു ക്യാൻ. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. നമ്മൾ കൃത്യമായിട്ട് ഈ ഓർഡറിൽ, അപ്പൊ അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസം ടീച്ചർ വരുമ്പോഴേക്കും നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഈ ഓർഡർ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് തന്നെ ഉണ്ടാവണം. ഓക്കെ, എന്നിട്ട് ആകെ കൺഫ്യൂഷൻ വന്ന് ആകെ സാമ്പാർ പരിവാക്കി, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വേണം നമുക്ക് പരീക്ഷ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പീരീഡ് ഓഫ് സിവിൽ വാറിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇന്നത്തെ ടീച്ചർ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ ഷേക്സ്പിയറിന്റെ കണ്ടംപററീസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ 4 പേരാണെന്ന് പറഞ്ഞു. വേം പറയൂ. കണ്ടംപററീസ് ആരൊക്കെ പറഞ്ഞു? നമ്മള് ആദ്യം പറഞ്ഞത് ഒരു സാറിനെയാണ്. സർ ഫിലിപ്പ് സിഡ്നി. അദ്ദേഹത്തിന്റെ ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല മറക്കരുത്. പിന്നെ അദ്ദേഹമാണ് ഒരു ക്രിറ്റിസിസം ഏതായിരുന്നു അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം? അപ്പോളജി ഫോർ പോയട്രി. ഓക്കെ, അപ്പോളജി ഫോർ പോയട്രി അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് പോയസി. ഓക്കെ, അദ്ദേഹം ആ വർക്ക് എഴുതിയത് എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു? ആർക്കുള്ള റിപ്ലൈ ആയിരുന്നു? സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന സ്റ്റീഫൻ ഗോസിന്റെ വർക്കിന് റിപ്ലൈ കൊടുത്തതായിരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചത് എഡ്മണ്ട് സ്പെൻസർ ആണ്. അദ്ദേഹത്തിന്റെ കലണ്ടർ ഷെപ്പേർഡ്സ് കലണ്ടർ, വർഷം മറക്കരുത്, 1597 ആണ്. ഫെയറി ക്വീൻ, അതിൽ എലിസബത്ത് എന്ന് പറയുന്ന ക്വീനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. എമരോത്തി, അതുപോലെ എപ്പിത്തലാമിയൻ. അപ്പോൾ സ്പെൻസറിന്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എപ്പിത്തലാം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതാണ്, അങ്ങനെ ഓർക്കുക, എപ്പിത്തലാമിയൻ, പ്രോതലാമിയൻ, അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. വർഷം 1595 and 96 അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ ആദ്യം വരുന്നത് ഈ അദ്ദേഹത്തിന്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എപ്പിത്തലാം. ഇനി ഒരു റിഫ്രെയിൻ വളരെ ഇമ്പോർട്ടന്റ് എന്ന് ടീച്ചർ പറഞ്ഞിരുന്നത് ഏതാണ്? സ്വീറ്റ് തേംസ് റൺ സോഫ്റ്റ്ലി ടിൽ ഐ എൻഡ് മൈ സോങ്. അത് ഏത് വർക്കിലാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്? ഏത് വർക്കിലാ? പ്രോതലാമിയൻ. എഡ്മണ്ട് സ്പെൻസറിന്റെ പ്രോതലാമിയൻ. സാറിന്റെ അല്ല, സാറ് നമ്മൾ പഠിച്ചത് ക്രിറ്റിസിസം വർക്ക് ഉണ്ട്, ഓർക്ക് അങ്ങനെയൊക്കെ ഓർത്ത് പഠിക്കാം. പിന്നെ പറഞ്ഞ നമ്മൾ ബെൻ ജോൺസന്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, അതിൽ 4 ഹ്യൂമേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ അത് വായിക്കണം, പഠിക്കണം. അതെന്തിനെ കുറിച്ചാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ടീച്ചർ അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ PDF അയച്ചു തരുമ്പോൾ. പിന്നെയുള്ളതാണ് എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, വാൾപോൺ പഠിക്കണം. ആൽക്കമിസ്റ്റ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ്. പിന്നെ നമ്മൾ വന്നത് സർ ഫ്രാൻസിസ് ബേക്കൺ, നേവം ഓർഗാനം, 1620 അദ്ദേഹത്തിന്റെ എസ്സേസ് കുറച്ച് പഠിക്കണം. പിന്നെ ഫസ്റ്റ് വോളിയം ഓർക്കുന്നുണ്ട് 1597, പിന്നെ 1612, 16 ലാസ്റ്റത്തെ 1625. ആ വർഷമാണ് നമ്മുടെ അവസാനിച്ച വർഷം. ഏത് അവസാനിച്ച വർഷം? ഞാൻ പറയും, ജാക്കോബിയൻ എറ 03 തുടങ്ങി. ഓക്കെ, ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോറൽ ആൻഡ് റിലീജിയസ്, പിന്നെ വരുന്നത് ഡൊമസ്റ്റിക്, അതിലാണ് നമ്മുടെ ഡൊമസ്റ്റിക് എസ്സേസ്, പിന്നെയാണ് പൊളിറ്റിക്കൽ എസ്സേസ്. പിന്നെ നമ്മൾ പഠിച്ചത് ആരെ കുറിച്ചാ? മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അതിലെ ലീഡർ ആണ് നമ്മുടെ ജോൺ ഡണ്ണിനെ ഹി എഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്ന് വിളിച്ചത് ആരാ? ഡ്രൈഡൻ. ഓക്കെ, ഡ്രൈഡൻ. അത് ഇനി വരുന്ന കാലഘട്ടത്തിലാണ് അത് പഠിക്കുന്നത്. ഓക്കെ, അതിൽ കാനനൈസേഷൻ, ഫ്ലീ, ഹിം ടു ഗോഡ്, റിലിക്, ബെനഡിക്ഷൻ, ഫോർബിഡിംഗ് മോർണിംഗ്, സൺറൈസിംഗ്. പിന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് ഹോളി സോണറ്റ്സ് എന്ന പേരിൽ. പിന്നെ വന്ന കുറച്ച് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ് ജോർജ് ഹെർബർട്ട്,
അദ്ദേഹത്തിനെയാണ് നമ്മൾ സെയിന്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. റിച്ചാർഡ് ക്രാഷോ അടുത്ത ആളാണ്. പിന്നെ അബ്രഹാം കോലി, ആൻഡ്രി മാർവലിന്റെ ടു ഹിസ് മിസ്ട്രസ് മറക്കരുത്. ജാക്കോബിയൻ എറ നമ്മൾ പഠിച്ചു 03 മുതൽ 25 വരെ. അതിൽ പഠിച്ച കുറച്ച് പേരുടെ പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് കരോലിൻ ഏജിലേക്ക് വന്നു. ആ കരോലിൻ ഏജിന്റെ വർക്കിലെ കുറച്ച് പേരാണ് നമ്മളിപ്പോ പറഞ്ഞ ഈ 5 പേര്. ഓർക്കുക, കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് വെക്കുക, കിട്ടും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ് തിയേറ്റേഴ്സ് വർ ക്ലോസ്ഡ് ഇൻ 1642. ഓക്കെ, പിന്നെ ആ എറ കഴിഞ്ഞതാണ് 1649. അവിടെയാണ് ചാൾസ് ഫസ്റ്റ് വാസ് ബിഹെഡഡ്. അത് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ വാർ 1642 മുതൽ 46 വരെ, 48 മുതൽ 54 വരെയുള്ള കാലഘട്ടമാണ് അത്. അടുത്തത് ഈ അടുത്ത വർഷം നമുക്ക് പഠിക്കാം പീരീഡ് ഓഫ് ദ സിവിൽ വാർ. അതിൽ വരുന്ന നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ആര്, ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന നമുക്ക് ദിവസം ടൈമൊന്നും അവസാനിക്കില്ല, അത്രയധികം ഉണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഈ ടീച്ചർ എഴുതിയ നോട്ട്സിൽ നിങ്ങൾക്ക് ഒരു വേർഡ് കളയാനില്ല. നിങ്ങളിത് പഠിച്ചോ, നിങ്ങൾ ജയിക്കുന്ന 100% ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അതായത് ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ, പക്ഷേ വി ഹാവ് ടു കവർ ഇറ്റ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കരുത്. ആ ഒരു സീരിയസ്നെസ് നമ്മുടെ പഠനത്തിൽ ഉണ്ടാവട്ടെ. വായിച്ചു പോവുക, വെറുതെ വായിച്ചു പോയില്ലെങ്കിൽ തന്നെയും ഫോട്ടോ എടുത്ത് പോവുക. എല്ലാ ദിവസവും ഇത് തുറക്കാത്തൊരു ദിവസം ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ. ഇനി കുറേ ഭാഗങ്ങൾ, കുറേ ടോപ്പിക്കുകൾ, നമ്മൾ ഒരു വരി പോലും മുമ്പ് സിലബസിന്റെ കംപ്ലീറ്റ് ആവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ നോക്കുക, പീരീഡ് ഓഫ് സിവിൽ വാറിൽ വരുന്നത് 1642 മുതൽ 60 വരെ. 42 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടത്തിനെയാണ് സിവിൽ വാർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അവിടെ വർഷം. അവിടെ വരുന്നതാണ് നമ്മുടെ ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടന്റെ ക്വസ്റ്റ്യൻ ഇല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1608 മുതൽ 1674 വരെ. അപ്പൊ അതായത് കോമൺവെൽത്ത് പീരീഡ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കാലഘട്ടം ഉണ്ട് എന്നുള്ളത് അവിടെ ഓർക്കുക. ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഓതർ ആരാണെന്നുള്ളത് മറക്കരുത്, ജോൺ മിൽട്ടൺ ആണ്. ഇനി അത് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിക്കണം, ഏത് വർഷത്തിലാണ് ജോൺ മിൽട്ടൺ ബ്ലൈൻഡ് ആയത്? ജോൺ മിൽട്ടൺ ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ആയിരുന്നു പിന്നീട്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എഴുതിയിട്ടില്ല, വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നാലും ഞാനൊന്ന് പറയാം. 3 പ്രാവശ്യമാണ് അദ്ദേഹം മാരേജ് ചെയ്തത്. 3 പ്രാവശ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അത് പഠിക്കാനൊക്കെ ഉണ്ട്, ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ചോദിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയിട്ടില്ല. 3 പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിന്റെ മാരേജ് 3 തവണയായിട്ടും. ആദ്യത്തെ മേരി പൗവൽ എന്ന് പറയുന്നതാണ്, പിന്നെ കാതറിൻ വുഡ്കോക്ക്, പിന്നെയാണ് എലിസബത്ത് മിൻഷൽ. അതാണ് കമ്പാനിയനായിട്ട്, മിൽട്ടന്റെ കമ്പാനിയനായിട്ട് ചെയ്തിരുന്നത് എലിസബത്ത് മിൻഷലാണ്. ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ, 3 പ്രാവശ്യം മാരേജ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് വരാം 1653 അദ്ദേഹം അറ്റ് ദി ഏജ് ഓഫ് 44. രണ്ടും ചോദിക്കും, ഏത് വർഷമാണെന്ന് ചോദിക്കും, ഏത് ഏജ് ആണെന്ന് ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. 1653 അദ്ദേഹം ബ്ലൈൻഡ് ആയത്. അപ്പൊ ഇനി പോയിന്റ് ഓഫ് ദ സബ്ലൈം ഡിസ്ക്രൈബ്ഡ് ബൈ ഡ്രൈഡൻ. ഡ്രൈഡൻ ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞത് ഹി എഫക്ട്സ് മെറ്റാഫിസിക്സ് എന്ന് ഡ്രൈഡൻ ജോൺ ഡണ്ണിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പോയിന്റ് ഓഫ് ദ സബ്ലൈം എന്നറിയപ്പെടുന്നത് ജോൺ മിൽട്ടനെ അങ്ങനെ ഒരു ടേം കൊടുത്തത് ഡ്രൈഡൻ ആണ്, ഡിസ്ക്രൈബ്ഡ് ബൈ ഡ്രൈഡൻ. ഇനി അദ്ദേഹത്തിന്റെ പോയറ്റ്സിന് ഗ്രാൻഡ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ട്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ക്രിറ്റിസിസത്തിലൊക്കെ അതൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്നും വേണ്ട. പേർലി പോയംസ് അദ്ദേഹത്തിന്റെ, ലെഗ്രോ, പെൻസറോസോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഏർലി വർക്കുകളാണ്. അതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതിന്റെ മീനിങ് ആണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. ഹാപ്പി മാൻ, പിന്നെ മെലങ്കലി മാൻ, പിന്നെ മാസ്ക്, ആർക്കേഡ്സ്, കോമസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാങ്ക് വേഴ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർ നമുക്ക് ബ്ലാങ്ക് വേഴ്സും മറ്റേ ഇതുകളൊക്കെ നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഇനി എലിജി എല്ലാവർക്കും അറിയുന്ന, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ലിസിഡസ്. ഓക്കെ, 1637 അദ്ദേഹത്തിന്റെ വർക്ക്. നമ്മൾ ബ്ലൈൻഡ് ആയത് 1653. ഓർക്കുക, 1653. ഓക്കെ, എലിജി ലിസിഡസ് അത് ഒരു പാസ്റ്ററൽ എലിജിയാണ് ഓൺ ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. അതും ചോദിക്കും. ഇതിലെ ഓരോ വാക്കുകളും വേർഡുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്വേർഡ് കിങ്ങിന്റെ മരണത്തെ കുറിച്ച് ദുഃഖിതനായിട്ട് ഇരുന്നിട്ട്
ആ സമയത്ത് എഴുതിയ ഒരു വർക്കാണ് ഇത് ലിസിഡസ്. ഓക്കെ, പസ്റ്റോറൽ എലിജി ഓൺ ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. ഇനി അദ്ദേഹത്തിനെ ഈ എഡ്വേർഡ് കിങ്ങിനെയാണ് ദൗ എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയാം. ദൗ എന്ന് പറയുന്നത് എഡ്വേർഡ് ദൗ സങ് ബിനീത് ദ വാട്ടറി. അവിടെ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ദൗ സങ് ബിനീത് ദ വാട്ടറി, വെള്ളത്തിൽ വീണിട്ടാണ് അദ്ദേഹം മരിച്ചത്, എഡ്വേർഡ് കിങ്. കഥയൊന്നും ടീച്ചർ പറയാനിരിക്കുന്നില്ല. അപ്പൊ ആ ഒരു സംഭവത്തെ ചൊല്ലി അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ് എലിജി ലിസിഡസ്. ഓക്കെ, അപ്പൊ ദൗ സങ്ക് ബിനീത് വാട്ടറി എന്ന് വർക്കല്ല, ആ ലൈനാണ്, ലിസിഡസിലെ ഒരു ലൈനാണത്. അത് ആരെ കുറിച്ചാണ് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം പഠിക്കണം എഡ്വേർഡ് കിങ്. ഓക്കെ, ഓൺ ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. ഇനി പ്രോസ് പാംപ്ലെറ്റ്സ് ആണ് അരിയോപജറ്റിക്ക 1644 നോക്കണം. 1644 അരിയോപജറ്റിക്ക എഴുതിയെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബ്ലൈൻഡ് ആയത് ഏത് വർഷ? 1653. ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ പറയുന്നത് ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അറ്റ് ദ ഏജ് ഓഫ് 44 ഏജിൽ. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് 44 വർഷമാണ്. 1644 ഇറ്റ് വാസ് റിട്ടൺ ടു പ്രൊട്ടസ്റ്റ് ദ ലൈസൻസിങ് ആക്ട് ഓഫ്, ആ ഒരു പേജ് വിട്ടുപോയിട്ടുണ്ട്. ഇല്ല. ഓക്കെ, അപ്പൊ അത് ടീച്ചർ പറയാം. നോക്കൂ, ഇവിടെ ഇറ്റ് വാസ് റിട്ടൺ ടു പ്രൊട്ടസ്റ്റ് ദ ലൈസൻസിങ് ആക്ട് ഓഫ് 1643. 1643 ലൈസൻസിങ് ആക്ട് വന്നത്. അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ദ ലൈസൻസിങ് ആക്ട് ഓഫ് 1643 ആൻഡ് അഡ്വക്കേറ്റ് ഫ്രീഡം ഓഫ് പ്രിന്റിംഗ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. ടീച്ചർ അത് തരുമ്പോ തരാം. 1643 പ്രിന്റിംഗ് പ്രസ് അനുവദിച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തിയ ഒരു അതിനെ ചൊല്ലി എഴുതിയിരിക്കുന്നതാണ് വർക്ക്. പിന്നെയുള്ളത് ബ്ലൈൻഡ് മൗത്ത്, ഒരു ടേം ആണ്. ടീച്ചർ അതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ PDF ഇപ്പൊ ഇതിലില്ല. ബ്ലൈൻഡ് മൗത്ത്, ഇറ്റ് ടെൽസ് അബൌട്ട് ദ ക്ലർജി മാൻസ് കറപ്ഷൻ. ബ്ലൈൻഡ് മൗത്ത് എന്ന് പറയുന്ന ഒരു വേർഡ്, ആ ഒരു ഫ്രേസ് അവിടെ ഉപയോഗിക്കുന്നത് ആരെ കുറിച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. ഇനി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് സിനക്ഡക്കി, അതും ഓർക്കണം. ഇനി മേജർ പോംസ്, അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ് മറക്കാതെ പഠിക്കേണ്ട ഒരു പോമാണ് പാരഡൈസ് ലോസ്റ്റ്. അതിന്റെ വർഷം 1667 ബ്ലാങ്ക് വേഴ്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ തീം ഓഫ് പാരഡൈസ് ലോസ്റ്റ്? ഞാൻ പറയാതെ തന്നെ പറയാം. ഏതാ പറഞ്ഞോക്കേ, ആലോചിച്ചൊക്കെ കിട്ടുന്നേ. പാരഡൈസ് ലോസ്റ്റ് ടു ജസ്റ്റിഫൈ എന്ത്? ടു ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മെൻ. അതാണ് അതിന്റെ തീമായിട്ട് വരുന്നത്. ഹി അറ്റംപ്റ്റ്സ് ടു ജസ്റ്റിഫൈസ് ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ. അതിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താ? ഫോൾ ഓഫ് മാൻ. ഫോൾ ഓഫ് മാൻ. എന്റെ കഥയൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതില് ഫസ്റ്റ് വോളിയത്തില് 10 ബുക്സ് ആയിരുന്നു. പിന്നീടുള്ള രണ്ടാമത്തെ വോളിയത്തിലാണ് 2 ബുക്കും കൂടി കൂടിയിട്ട് 12 ബുക്സ് അവിടെ വന്നത്. പിന്നെ അതാണ് പാരഡൈസ് ലോസ്റ്റ് 1667 ഓർക്ക, 1667. ഇനി അതുപോലെ പാരഡൈസ് റീഗെയിൻഡ് 1671, തീം ഓഫ് ടെംപ്റ്റേഷൻ ബേസ്ഡ് ഓൺ ദ ഗോസ്പൽ ഓഫ് സെയിന്റ് ലൂക്ക്. ഇതൊക്കെ നമുക്കറിയാം. ഇനി സാംസൺ അഗോണിസ്റ്റസ് 1671 അതൊരു വേഴ്സ് പ്ലേ, ക്ലോസറ്റ് പേ. ടീച്ചർ അത് ടേം അതിൽ എഴുതി അയക്കുമ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മിൽട്ടന്റെ വേഴ്സ് പ്ലേ ഏതാണ്, അല്ലെങ്കിൽ ക്ലോസറ്റ് ഡ്രാമ ഏതാണ്, പോയറ്റിക് ഡ്രാമ ഏതാണെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ഒരെണ്ണത്തിന് പറയുന്ന വേർഡാ. ഇതൊക്കെ വേർഡ് എന്ന് പറയട്ടെ. വേഴ്സ് പ്ലേ, ക്ലോസറ്റ് ഡ്രാമ, പോയറ്റിക് ഡ്രാമ, ഇത് മൂന്നും ഒരേ കാര്യത്തിന് പറയുന്ന പല പേരുകളാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ സാംസൺ അഗോണിസ്റ്റസ് എന്ന് പറയുന്ന 1671 വർക്ക്. അഗോണിസ്റ്റസ് മീൻസ് റെസ്റ്റ്ലെസ്, ഒരു ചാമ്പ്യൻ. ബുക്ക് ഓഫ് ജഡ്ജസ് ലാണ് ഈ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു തീമാണത്. സാംസൺ ബിട്രേഡ്, അദ്ദേഹത്തിന്റെ വൈഫിനാലാണ് അദ്ദേഹം ബിട്രേ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതറിയാലോ. ഡെലൈല, വൈഫ് ഓഫ് സാംസൺ പേരാണ് ഡെലൈല. പേരുകളും ഞാൻ എഴുതിയിട്ടുണ്ട്, അത് പഠിക്കണം. ഇനി അടുത്തതാണ് മിൽട്ടന്റെ സോണറ്റ്സ്. അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, സോണറ്റ് നമ്പർ 19 ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അദ്ദേഹത്തിന് ബ്ലൈൻഡ് ആയതിനു ശേഷം ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന വർക്കാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്.
അതൊരു സോണറ്റ് ആണ്. സോണറ്റ് നമ്പർ 19 ഓട്ടോബയോഗ്രഫിക്കൽ പോം ആണ്. ദറ്റ് റിഫ്ലക്ട്സ് ഓൺ ദ ലോസ് ഓഫ് ഹിസ് ഐസൈറ്റ്. It opens with a line, when I consider how my light is spent. That is starts. അപ്പൊ ഈ വരി തുടങ്ങുന്ന പോം ഏതാന്ന് ചോദിക്കും. When I consider how my light is spent. It ends with the line, they also serve who only stand and wait. നമ്മൾ മറക്കാത്ത വരികളാണ് അല്ലേ? ഓർക്കണം. They also serve who only stand and wait. Who only stand and wait. വളരെ പേഷ്യൻ്റോടുകൂടി പേഷ്യൻസില് വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആരെ? ഗോഡിന്. They also serve who only stand and wait. അപ്പൊ അതാണ് അദ്ദേഹം അവസാനത്തെ വരികള്. ഫസ്റ്റ് വരി കൃത്യമായിട്ട് തന്നെ കിട്ടണം. പിന്നെ അദ്ദേഹത്തിന്റെ ഓഡ് ഓൺ ദ നാറ്റിവിറ്റി. ഇനി വേറെ രണ്ട് പോയറ്റ്സിന് അദ്ദേഹത്തിന്, അതായത് മിൽട്ടന്റെ ഏജില്, ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്തായിരുന്നു? കോമൺവെൽത്ത് പീരീഡ് അല്ലെങ്കിൽ സിവിൽ വാർ പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ പഠിച്ചത് ആകെ ജോൺ മിൽട്ടനെ കുറിച്ചാണ്. ഒരുപാടുണ്ട് നമുക്ക് അതിൽ പഠിക്കാൻ. അതിൽ പക്ഷെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കാറ്ററ്റ് കാറ്റഗറി എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇത്രേ വേണ്ടു. അതർ പോയറ്റ്സ്, അതായത് മിൽട്ടന്റെ ആ സമയത്ത് രണ്ട് പോയറ്റ്സിനെയും കൂടി ടീച്ചർ പരിചയപ്പെടുത്തുന്നു. തോമസ് ഹോബ്സ്, ലെവിയത്താൻ 1651 ചോദിക്കും. ആ വർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ റിലീജിയോ മെഡിസി, സർ തോമസ് ബ്രൗണിന്റെ വർക്കാണ് റിലീജിയോ മെഡിസി. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച കാലഘട്ടം കൃത്യമായിട്ട് തന്നെ എന്തു പഠിക്കുമ്പോഴും അത് ഏത് ഏജിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏത് പോയറ്റ്സിലാണ്, ഏത് പേരിലാണ് അവർ അറിയപ്പെടുന്നത്, അത് നമുക്ക് കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുള്ളൂ. അല്ലാതെ ഇത് മുഴുവൻ പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ. ഇനി അടുത്തത് നിയോ ക്ലാസിക്കൽ പീരീഡ് ടീച്ചർ അടുത്ത പ്രാവശ്യം എടുക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും അതിന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഞാൻ ഒന്നും നിങ്ങൾക്ക് എടുത്തു തരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ മേജർ വർക്കുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് സീക്വൻസ് ഓർഡറിൽ സീക്വൻസ് ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആണ്. വളരെ ഭംഗിയായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസം ഞാൻ ഇനി നാളെ ഞാൻ എടുക്കില്ല, മറ്റൊന്ന് on Wednesday I will take. So till then നമ്മൾ ഇനി അടുത്ത ഒരു റെസ്റ്റോറേഷൻ ഏജിലേക്ക്, നിയോ ക്ലാസിക്കൽ എറ, അതുപോലെ അഗസ്റ്റൻ എറ, ഇതിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് പോകും. ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരും ഇല്ലാത്തവരും കേട്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഇത്രയും വരെ നമ്മളൊന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ മാക്സിമം I will try my level best to make a question paper out of this, so you have to do it. ഓക്കെ, ഇപ്പൊ റെസ്റ്റോറേഷൻ തുടങ്ങി, നിയോ ക്ലാസിക്കൽ തുടങ്ങി ടീച്ചർ അടുത്ത ഒരു ഇതിലെടുക്കാം. ഇത് കുറേ പഠിച്ചാലാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള പറ്റുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏർലി ലിറ്ററേച്ചർ, ചോസർ ആൻഡ് കണ്ടംപററീസ് നമ്മൾ തുടങ്ങി. നമ്മൾ പോയട്രി ഫ്രം സ്പെൻസർ ടു റെസ്റ്റോറേഷൻ ആ ഒരു ഭാഗം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അടുത്ത് നമ്മൾ എടുക്കുന്നതാണ് റെസ്റ്റോറേഷൻ പോയട്രി. അപ്പൊ ടിൽ ദെൻ യു ഹാവ് ടു ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വെൻസ്ഡേ I will surely give you the PDF. So by that you have to do it. Okay, ഒന്ന് മറച്ച് നോക്കുക. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഈ ഒരു PDF ഇങ്ങനെ ആയിട്ടുള്ളത്, അത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഒന്നും ഇല്ല. ഞാൻ വളരെ സ്പീഡായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി, ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചത് എന്താണെന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അത് ഗ്രൂപ്പിലേക്ക് അയക്കുന്നതാണ്. നിങ്ങൾ മറ്റാർക്കും അത് ഷെയർ ചെയ്യരുത്. വേറെ ഒന്നും അല്ല, അത് വൃത്തിയായിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് തരും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ച് ഒന്ന് വെനസ്ഡേക്ക് യു ഹാവ് ടു പ്രിപ്പയർ വെൽ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് റിവൈസ് ചെയ്ത ഭാഗങ്ങളും അതുപോലെ തന്നെ ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നമ്മളെല്ലാം പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. അവിടുന്ന് ഇവിടുന്ന് മാന്തരുത്. നമ്മൾ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു രീതിയിൽ തന്നെ കിട്ടണം. ഓക്കെ, റെസ്റ്റോറേഷൻ ഏജിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പഠിച്ച എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് ഒന്ന് പോവാണ്. ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്. അപ്പോ അതില് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്നത് ആരാ? ആരാ?
ചോസറാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പീരീഡുകളിലാണ് ഫ്രഞ്ച് പീരീഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ മിഡിൽ പീരീഡ് ആണ് ഇറ്റാലിയൻ പീരീഡ്. ലാസ്റ്റ് പീരീഡിലാണ് നമ്മുടെ കണ്ടംപററി ടെയിൽസ് എഴുതിയിരിക്കുന്നത് ലാസ്റ്റ് പീരീഡിലാണ്. അതില് ഏപ്രിൽ മന്ത് ആണ്, സ്പ്രിംഗ് സീസൺ ആണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷോർട്ടസ്റ്റ് ടെയിൽ ആണ് കുക്സ് ടെയില്, ലോങ്ങസ്റ്റ് ടെയിൽ ആണ് നൈറ്റ് ടെയില്, ഒക്കെ നോർക്കുക. പിന്നെ നമ്മൾ ചോസറിന്റെ കണ്ടംപററീസ് പഠിച്ച എല്ലാവരും ഒന്ന് വരികട്ടാ. എല്ലാവരും മെനക്കെടാനായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ വരിക, നമ്മളൊന്ന് റിവൈസ് ചെയ്യാണ്. റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് പേപ്പർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ നോക്കട്ടെ. ചോസറിന്റെ കണ്ടംപററീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് വില്യം ലാംഗ്ലാൻഡ് ആണ്. പിയേഴ്സ് ദ പ്ലോമാൻ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓക്കെ. ജോൺ ഗോവർ ആണ് പിന്നെ ഉള്ളത്. ജോൺ ഗോവറിന്റെ ഒരു വർക്കാണ് കൺഫെസിയ മാൻറ്റിസ് എന്ന് പറയുന്ന വർക്ക്. അവിടെ തന്നെ പഠിച്ചതാണ് ജോൺ ബാർബർ, സ്കോട്ടിഷ് പോയിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് ബ്രൂസ്. പിന്നെ ജോൺ വൈക്ലിഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫ് ആണ്. ലൊല്ലാർഡ് മൂവ്മെന്റ് ജോൺ വൈക്ലിഫിന്റെ ആണ്. അവിടെ ഞാനൊരു വർഷം പഠിപ്പിച്ചിരുന്നു. ട്രാൻസ്ലേറ്റഡ് ദ ന്യൂ ടെസ്റ്റമെന്റ് ഫ്രം ലാറ്റിൻ ടു ഇംഗ്ലീഷ്. ഏത് വർഷം? 1382. ഓക്കെ, PDF ആയിട്ട് ടീച്ചർ നമ്മുടെ അയച്ചത് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും ഒന്ന് എടുക്കുക, ഒന്ന് നോക്കുക. 1382 അത് എടുത്തിരിക്കുന്നത്, അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 100 years war, ഒരിക്കലും 100 years അല്ല, 116 years ആണ്. സ്റ്റാർട്ടഡ് ഫ്രം 1337. നമ്മുടെ PDF ഉണ്ട്, ഒന്ന് നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് എടുക്കുക, നമ്മൾ റിവൈസ് ചെയ്യാണ്. 1337 to 1453 വരെ. ദാറ്റ് ഈസ് ഇംഗ്ലണ്ട് ആൻഡ് ഫ്രഞ്ച്, അത് തമ്മിലായിരുന്നു അല്ലെ. ഇനി അതുപോലെ ചോസേറിയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് ചോസേറിയൻസ് ഉണ്ട്, അതുപോലെ സ്കോട്ടിഷ് ചോസേറിയൻസ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് ചോസേറിയൻസിന്റെ പേരുകൾ നിങ്ങളൊന്ന് നോക്കി പോവാം. സ്കോട്ടിഷ് ചോസേറിയൻസിന്റെ ഒന്ന് നോക്കുക. ആ സമയത്താണ് ഗ്രേറ്റ് വൗവൽ ഷിഫ്റ്റ് വന്നത്. ഡാർട്ട് ബിക്കെയിം ഡേറ്റ്, ഫെയ്റ്റ് ബിക്കെയിം ഫീറ്റ്, വീ ബിക്കെയിം വൈപ്പ് ആൻഡ് ബോട്ട് ബൂട്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാലഡ്സ്, ഡ്രമാറ്റിക് പോം കമ്പോസ് ടു ബി സങ്. അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് അറിയണം. 15th centuryയിലെ കുറച്ച് ബാലഡ്സ് ആണ്. സർ പാട്രിക് സ്പെൻസ്, അതുപോലെ ചെവി ചേസ് ഓർക്കണം കേട്ടോ. ചെവി ചേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തോമസ് മലോറിയുടെ ലെ മോട്ടർ ഡി ആദർ, അത് ഓർക്കണം. പിന്നെ നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, മിസ്റ്ററി പ്ലേ. ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, മിസ്റ്ററി പ്ലേ. ഓക്കെ, അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണ് കോർപ്പസ് ക്രിസ്റ്റി സൈക്കിൾ, മിസ്റ്ററി പ്ലേ. ഓക്കെ, ആ മിസ്റ്ററി പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ പാഷൻ ഓഫ് ജീസസ് അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ബിബ്ലിക്കൽ ഹിസ്റ്ററി ആണ്. ഫോളൻ റിഡംപ്ഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. സെക്കൻഡ് ഷെപ്പേർഡ്സ് പ്ലേ ഒക്കെ അതിൽ വരുന്നു. പിന്നെ മിറാക്കിൾ എന്ന് പറയുമ്പോൾ സെയിൻസിനെ കുറിച്ചിട്ടുള്ളതാണ്, ലൈവ്സ് ഓഫ് സെയിൻസ്. പിന്നെ മൊറാലിറ്റി പ്ലേയിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഞാൻ പറഞ്ഞു, ഓർമ്മപ്പെടുത്തി. ഓർക്കൂ. Interlude. ഓക്കെ, മൊറാലിറ്റി പ്ലേ, എവ്രി മാൻ ഓർക്കുന്നുണ്ടോ? എവ്രി മാൻ ഇറ്റ്സ് എ മൊറാലിറ്റി പ്ലേ. പിന്നെ പറഞ്ഞതാണ് ഇന്റർലൂഡ്. ഡു യു റിമെമ്പർ ഇറ്റ്? ഇന്റർലൂഡ്സിലാണ് പറഞ്ഞ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്ന പ്ലേയിൽ നിന്ന് നമ്മൾ ഇന്റർലൂഡിലേക്ക് എത്തി. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോൺ ഹീവുഡിന്റെ ദ 4 P's നമുക്ക് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഓർക്കുന്നുണ്ടെങ്കിലും ഓർക്കുന്നില്ലെങ്കിലും ഓർത്തേ പറ്റും.
പിന്നെ നമ്മൾ പഠിച്ചതാണ് 15th സെഞ്ചുറിയിലേക്ക് കടന്നപ്പോൾ രണ്ടുപേരെ നമ്മൾ അവിടെ പഠിച്ചു, സർ തോമസ് വ്യാട്ട് അതുപോലെ തന്നെ ഏൾ ഓഫ് സറേ. സർ തോമസ് വ്യാട്ടിന്റെ ടെർസ റിമ, ഒട്ടാവ റിമ, ഹൊറേഷ്യൻ സാറ്റയർ അതൊക്കെയാണ് തോമസ് വ്യാട്ടിന്റെ. പിന്നെ വരുന്നത് ഹെൻറി ഹോവാർഡ് ഏൾ ഓഫ് സറേ, അദ്ദേഹമാണ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ബ്ലാങ്ക് വേഴ്സ്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ മാർലോ ചേട്ടനാണ് അവിടെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. വ്യാട്ട് ആൻഡ് സറേ പബ്ലിഷ്ഡ് നത്തിങ് ഇൻ ദെയർ ലൈഫ് ടൈം, ബട്ട് ആഫ്റ്റർ ദെയർ ലൈഫ് ടൈം ആരാണ് അത് പബ്ലിഷ് ചെയ്തത്? പറഞ്ഞേ, പറയേ, ഡോണ്ട് വേസ്റ്റ് ടൈം, ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. ടോട്ടൽസ് മിസ്ലനിയിലെ റിച്ചാർഡ് ടോട്ടൽ എന്ന് പറയുന്ന അദ്ദേഹം ടോട്ടൽസ് മിസ്ലനിയ വർക്കിന്റെ വർഷം മസ്റ്റ് ആയിട്ട് കിട്ടണം. പറയൂ, വർഷം 1557 ടോട്ടൽസ് മിസ്ലനി. അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്തായിരുന്നു? പറയൂ. സോങ്സ് ആൻഡ് സോണറ്റ്സ്. നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം അല്ല, എല്ലാവരും PDF ഒന്ന് ഓൺ ചെയ്യാം, ഒന്ന് നോക്കുക, ടീച്ചറൊപ്പം തന്നെ പറയുക. അതൊരു ടൈം എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒരു എൻകറേജ് ആണെന്നുള്ളത് ഓർക്കുക. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നുള്ളതാണ് അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ. ഫസ്റ്റ് ആന്തോളജി ടു ബി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ്. പെട്രാർക്കൻ സോണറ്റ് ഫോമിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ ഏജ് ഓഫ് റിനൈസൻസിലേക്ക് എത്തി. അവിടെയാണ് നമ്മൾ പറഞ്ഞ എലിസബത്തൻ ഏജ്, പിന്നെ ജാക്കോബിയൻ ഏജ്, കരോലിൻ ഏജ്, കോമൺവെൽത്ത്, പ്യൂരിറ്റാനിറ്റിക് ഏജ്, അല്ലെങ്കിൽ നമ്മുടെ സിവിൽ വാർ പീരീഡ്, ഇതൊക്കെയാണ് അതിനറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ നമ്മുടെ എലിസബത്തൻ ഏജില് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഓർ ദ പ്രീ ഷേക്സ്പിയർ. ഷേക്സ്പിയർ വരുന്നതിന് മുൻപ് കണ്ടോ. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് അവരെ പഠിക്കുക. അത് കഴിഞ്ഞ് ഷേക്സ്പിയറിന്റെ പഠിക്കുക. അത് കഴിഞ്ഞ് ഷേക്സ്പിയർ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരുടെ, ഷേക്സ്പിയർ കഴിഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ളവരെ പഠിക്കുക. അങ്ങനെ എല്ലാത്തിനും നമ്മുടെ കയ്യിൽ ഓർഡർ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് ഷേക്സ്പിയറൻ ഡ്രാമാറ്റിസ്റ്റ്, പ്രീ ഷേക്സ്പിയറൻസ് ആരൊക്കെയാ പറയാ? അവര് യൂണിവേഴ്സിറ്റിയിൽ, ഏത് കാംബ്രിഡ്ജ് ആൻഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് കൊണ്ട് അവർക്ക് അറിയപ്പെടുന്ന പേരുകളാണ് എന്ത്? യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഓക്കെ. യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ വരുന്ന ആൾക്കാരുടെ പേര് നിങ്ങളൊന്ന് നോക്കി വായിച്ചേ. ജോൺ ലില്ലി, ജോർജ് ബെയ്ലി, തോമസ് ലോഡ്ജ്, റോബർട്ട് ക്രീനി, തോമസ് നാഷെ, ക്രിസ്റ്റഫർ മാർലോ. പിന്നെ ഒരാളും കൂടി ഉണ്ട്, തോമസ് കൈഡ്, അയാൾ അറ്റൻഡ്. ഓക്കെ. തോമസ് കിഡ്. അദ്ദേഹം 2 യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല, പക്ഷെ ഇവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ അദ്ദേഹം ഫോളോ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം കൂടി ഈ കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് പഠിക്കുന്നു, മെറ്റോഫിസിക്കൽ പോയറ്റ്സ് പഠിക്കുന്നു, കവലിയർ പോയറ്റ്സ് പഠിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ ടീച്ചറെ തിരിച്ചറിയാം? അതാണ് ഞാൻ പറഞ്ഞത്, വായന. ഓക്കെ, ഹാവ് ടു റീഡ് ഇറ്റ്. അല്ലാതെ നമ്മൾ കാണാതെ ഒന്നും പഠിക്കണ്ട. ആയിട്ടൊരു ബന്ധം വരും. ഓക്കെ. ഇപ്പൊ ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ മറ്റു ക്ലാസ്സിൽ എയിലുണ്ട്, ബിയിലും സിയിലും ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എയിലിരിക്കുന്ന കുട്ടികളെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ പരിചയപ്പെട്ടു, നമ്മൾ ചെന്ന് അവിടെ ക്ലാസ് എടുത്ത് നമ്മൾ കുറേ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ നമ്മൾ പരിചയപ്പെടാണ്, കണ്ടു പറഞ്ഞു പരിചയപ്പെടാണ്. അപ്പൊ പേര് വരുമ്പോ തന്നെ നമ്മൾ അവർക്ക് പേരിടണം. യെസ്, യൂണിവേഴ്സിറ്റി വിറ്റ്സിലുള്ളതാണ്, മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ വരുന്നതാണ്, കരോലിയനിൽ വരുന്നതാണ്, ജാക്കോബിയനിൽ വരുന്നതാണ് ഓർഡർ. ഓക്കെ. സോ അങ്ങനെ ഇവര് അതിൽ ഓരോരുത്തരെയും, ജോർജ് ലില്ലിയുടെ യൂഫിയസ് ഓർ എൻറ്റിമിയ മിഡാസ്, യൂഫിമിസം അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് വർക്ക് ആണ്. തോമസ് നാഷ് ആണ് ഫസ്റ്റ് പിക്കാരസ്ക്യൂ നോവൽ. ഹി റോട്ട് ഫസ്റ്റ് പിക്കാരസ്ക്യൂ നോവൽ ദ അൺഫോർച്ചുനേറ്റ് ട്രാവലർ ഓർ ദ ലൈഫ് ഓഫ് ജാക്ക് വിൽട്ടൺ. പിന്നെ നമ്മുടെ സ്വന്തം മാർലോ ചേട്ടൻ മോർണിംഗ് സ്റ്റാർ ഓഫ് എലിസബത്തൻ ഡ്രാമ, മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ. ആരെയാ പറഞ്ഞേ? ഓർത്തേ, വേം പറയും. മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ ആരാ? ജോൺ വൈക്ലിഫ്. ബൈബിളൊക്കെ പറഞ്ഞില്ലേ? ജോൺ വൈക്ലിഫ് ആണ് മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ. ഇവിടെ പറയുന്നത് മോർണിംഗ് സ്റ്റാർ ഓഫ് എന്താ? മോർണിംഗ് സ്റ്റാർ ഓഫ് ദ എലിസബത്തൻ ഡ്രാമ. ഇനി പറഞ്ഞു സസ്പെക്ടഡ് ടു ബി ഹോമോസെക്ഷൽ. ബ്ലാങ്ക് വേഴ്സ് വളരെ കാര്യമായിട്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ബ്ലാങ്ക് വേഴ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഹെൻറി ഹോവാർഡ് ഏൾ ഓഫ് സറേ ആണ്. പക്ഷെ ആദ്യമായിട്ട് അതിന്റെ വലിയൊരു മാറ്റത്തോടു കൂടി തന്നെ അതിനെ കൊണ്ടുവന്നതും ഉപയോഗിച്ചതും ഒക്കെ നമ്മുടെ മാർലോ ആണ്. ബെൻ ജോൺസൺ കോൾഡ് ദിസ് ബ്ലാങ്ക് വേഴ്സിനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? മൈറ്റി ലൈൻ. മറക്കണ്ട, ബെൻ ജോൺസൺ. എവിടെ വരുന്ന ആളാ?
ബെൻ ജോൺസൺ എവിടെ കണ്ടേക്കണം നമ്മള്? ഷേക്സ്പിയർ. പറയ്. ഷേക്സ്പിയറിന്റെ കണ്ടംപററീസിൽ 4 പേര് ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ്. അതിൽ പഠിച്ച 4 പേരിൽ ഒരാളാണ് നമ്മുടെ ബെൻ ജോൺസൺ. അപ്പൊ ബെൻ ജോൺസൺ ഇത് പിന്നീട് ഇദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ വായിച്ചപ്പോ അദ്ദേഹത്തിന് മൈറ്റി ലയൺ എന്ന് പേരിട്ടു. ടാമ്പർലൈൻ ദ ഗ്രേറ്റ്, ദ ജ്യൂ ഓഫ് മാൾട്ട, ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കണം, ഞാനത് മാർക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡി, ഇത് പറഞ്ഞപ്പോഴാണ് ഈ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത് ഒരു റിവെഞ്ച് പ്ലേ ആണെന്ന് ഞാൻ പഠിച്ചു. പക്ഷെ ഇന്നത്തെ നോട്ടിൽ ഞാനൊരു റിവെഞ്ച് ട്രാജഡി പറഞ്ഞു. ഏതായിരുന്നു അത്? ഏത് വർക്കാ? ഒന്ന് ഓർത്തെ, കണക്ട് ചെയ്തേ, വേം പറയും. റിവെഞ്ച് ട്രാജഡി ആയിട്ട് ഇതിലുണ്ടോ? ജിയോ ഓഫ് മാൾട്ട അല്ല, പറയും. റിവെഞ്ച് ട്രാജഡി. റിവെഞ്ച് ട്രാജഡി ആയിട്ട് ഇന്നത്തേലല്ലേ പറഞ്ഞേ? ഇന്നല്ലേ? റിവെഞ്ച് ട്രാജഡി ആയിട്ട് നമ്മുടെ ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൾഫി. ഓക്കെ, ഡച്ചസ് ഓഫ് മാൾഫി. ഓക്കെ, ജിയോ ഓഫ് മാൾട്ട അല്ല, നോക്കണം. ജോൺ വെബ്സ്റ്റർ ഏതാ കാറ്റഗറി? ജോൺ വെബ്സ്റ്റർ ജക്കോബിയൻ എറ. ജക്കോബിയൻ എറ എന്ന് പറയുന്നത് എന്നാ തുടങ്ങണേ? 1602 ആണോ? Not 3 to 1620. Not 3 to 1625. ആ 25-ലാണ് നമ്മുടെ ബേക്കൺ ചേട്ടന്റെ രണ്ടാമത്തെ ആണോ? പറയ്, എത്രാമത്തെ വോളിയാ? 1625 ഉറങ്ങി എല്ലാവരും. തേർഡ് വോളിയം. തേർഡ് വോളി. അപ്പൊ അതൊക്കെ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കന്നെ, എപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അവിടെ ഈ ഡച്ചസ് ഓഫ് മാൾഫി ഒരു റിവെഞ്ച് ട്രാജഡിയാണ് നമ്മൾ പറഞ്ഞു. ഡച്ചസ് ഓഫ് മാൾഫി എന്ന് പറയുന്നത് ജോൺ വെബ്സ്റ്ററിന്റെ മറ്റൊരു വർക്കാണ് വൈറ്റ് ഡെവിൾ. അതും കൂടി ഓർക്കാം. സോ ലെറ്റ്സ് കം ബാക്ക് ഹിയർ. ഇങ്ങോട്ട് ഒരു സ്പാനിഷ് ട്രാജഡി, ഇദ്ദേഹത്തിന്റെ റിവെഞ്ച് പ്ലേ ആണ് തോമസ് കിഡിന്റെ. അതിലെ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കണം. വെല്ലിംപീരി ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഷേക്സ്പിയറിന്റെ വർക്കുകളെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. ഫസ്റ്റ് ഏർലി കോമഡീസ്, അതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ കിട്ടണം. ഏർലി കോമഡീസ് ആയിട്ട് പഠിച്ചു. അതിൽ 3 വർക്ക് ഉണ്ട്. ലവ് ഈസ് ലേബേഴ്സ് ലോസ്റ്റ്, വായിച്ചാൽ മതി. ഏർലി കോമഡീസിലാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് വരുന്നത്. പിന്നെ ഹിസ്റ്റോറിയൽസ് ഒക്കെ നമ്മൾ അത് കിട്ടും. പിന്നെ മേജർ കോമഡീസിൽ വരുന്ന വർക്ക് ഒന്ന് നോക്കണം. ഡാർക്ക് കോമഡീസ് അല്ലെങ്കിൽ പ്രോബ്ലം പ്ലേസ്. ഓക്കെ, പ്രോബ്ലം പ്ലേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ ജാക്കോബിയൻ എറയില് ജാക്കോബിയൻ എറ നിങ്ങൾ ഓർക്കണം. ഞാൻ പറഞ്ഞു ജാക്കോബിയൻ എറ പറഞ്ഞപ്പോൾ 1603 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തില് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, അതുപോലെ തന്നെ പ്രോബ്ലം പ്ലേസ്, ഷേക്സ്പിയറിന്റെ ലാസ്റ്റത്തെ ഒരു 3 എക്സലന്റ് ആയിട്ടുള്ള വർക്കുകൾ, മാക്ബത്ത്, കിങ് ലിയർ, അതുപോലെ ടെമ്പസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് ജാക്കോബിയൻ എറയിലാണ്. കിങ് ജെയിംസ് ബൈബിൾ വന്നത് ജാക്കോബിയൻ എറ 1611. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ ഡാർക്ക് കോമഡീസിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോബ്ലം പ്ലേസ്. ഇതൊക്കെ ഈ ഒരു സമയത്ത് തന്നെ 1604, 1609 ആ ഒരു വർഷത്തിലാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഗ്രേറ്റ് ട്രാജഡീസ് ആയിട്ട് 4 എണ്ണം പറഞ്ഞ ഏതൊക്കെയാണ്? ഞാൻ പറയും. King Lear or Macbeth. ഹാംലെറ്റ്, കിങ് ലിയർ, ഒതല്ലോ. ഓക്കെ, റോമൻ പ്ലേസ് ആണ് ജൂലിയസ് സീസർ, ആന്റണി ആൻഡ് ക്ലിയോപെട്ര, കൊറിയോലാനസ് ഒക്കെ. റൊമാൻസസ് ആണ് സിംബലൈൻ, പെരിക്ലസ്, ദ വിന്റേഴ്സ് ടെയിൽ, ദ ടെംപസ്റ്റ്. അദ്ദേഹത്തിന്റെ സോണറ്റ്സ് എത്ര സോണറ്റ്സാ? ഞാൻ പറയും 154 സോണറ്റ്സ്. ഓക്കെ, 154 5 4. ഓക്കെ, 54 സോണറ്റ്സിൽ 126 അഡ്രസ് ടു WH. അതുപോലെ തന്നെ നെക്സ്റ്റ് 26 ഡെഡിക്കേറ്റഡ് ടു ഡാർക്ക് ലേഡി, അഡ്രസ് ടു ഡാർക്ക് ലേഡി. ഇത് ഓർക്കണം, ആ സോണറ്റ് നമ്പറുകൾ ഓർക്കണം. സോണറ്റ് നമ്പർ 1 ഓർക്കണം. 18 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 18 ഷാൽ ഐ കമ്പയർ ദി. പിന്നെ ഷേക്സ്പിയറിന്റെ കണ്ടംപററീസിലേക്ക് എത്തി, അത് നമ്മൾ ഓൾറെഡി വായിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു പിന്നെ അതുപോലെ തന്നെ ലോങ് പോയംസ് ആരുടെ? ഷേക്സ്പിയറിന്റെ ലോങ് പോയംസ് വീനസ് ആൻഡ് അഡോണൈസ്, ദ റേപ്പ് ഓഫ് ലുക്രീസ്, അത് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് പഠിക്കാനോ തലയിൽ കയറ്റിവെക്കാനോ ഒന്നും ടീച്ചർ പറയണില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഒരു ടോപ്പിക്കിൽ നമുക്ക് ജാക്കോബിയൻ എറ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇനി എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടെങ്കിൽ പറയണം.
എടുക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് തന്നെ നോക്കിപ്പോയാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ മനസ്സിലാവും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. കുറേ പഠിച്ചാലാണ് അതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് കിട്ടുക എന്നുള്ളത് മറക്കരുത്. ഓക്കെ.